Hi, hello everyone. Welcome to part 2 of chapter 1, nature, audit and nature, objective and scope of audit. Our chapter 1 in part 2 ആണ്. Part 1 we already discussed about definition, what is auditing, what are the objectives of auditing. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്? So ഇന്നത്തെ ക്ലാസ്സിൽ we are going to discuss day 2 part 2. Day 2 part 2. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് വെച്ചാൽ ഒന്ന് benefits of audit. Audit ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന benefits എന്തൊക്കെയാണ്? Second one, limitations of audit. What are the inherent limitations of audit? Third one, audit mandatory ആണോ voluntary ആണോ? 4, who appoints auditor? Who appoints auditor? 5, to whom the audit report to be submitted? To whom the audit report to be submitted? ആർക്കാണ് audit report submit ചെയ്യുന്നത്? സ്കോപ്പിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടത്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ്, എന്തൊക്കെയാണ് ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇത് ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് മാൻഡറ്ററി ആണോ വോളണ്ടറി ആണോ? ആരാണ് ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ആർക്കാണ് ഒരു ഓഡിറ്റർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്? ഒരു ഓഡിറ്റിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? ആൻഡ് ലാസ്റ്റ് വൺ, ക്വാളിറ്റീസ്. ഇതിനകത്ത് ഞാൻ യെല്ലോ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത ടോപ്പിക്സ് ആണ് ഡാം ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ ലെറ്റ്സ് ഡിസ്കസ് വൺ ബൈ വൺ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഹൂ അപ്പോയിന്റ്സ് ദ ഓഡിറ്റർ. ഹൂ അപ്പോയിന്റ്സ് ദ ഓഡിറ്റർ? സോ നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ, ഓഡിറ്റ് എന്താണ്. ഇന്നലെ ഞാനൊരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എക്സാമ്പിൾ പ്രകാരം ഹൂ അപ്പോയിന്റ്സ് ദ ഓഡിറ്റർ? ലെറ്റ്സ് സീ ഹൂ അപ്പോയിന്റ്സ് ആൻ ഓഡിറ്റർ. പറയൂ, നിങ്ങളുടെ ഒരു ഐഡിയയിൽ, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, ഒരു ഓഡിറ്ററിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? നിങ്ങൾ ഒരു കമ്പനിയില്, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ആരാണ് ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തത്? ഞാൻ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ മാനേജ്മെന്റ്, ഓപ്ഷൻ ബി എംപ്ലോയീസ് ഓഫ് ദ കമ്പനീസ്, ഓപ്ഷൻ സി ഷെയർ ഹോൾഡേഴ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ ബോത്ത്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ആരാണ് ഒരു ഓഡിറ്ററിനെ, ഒരു കമ്പനിയുടെ ഓഡിറ്ററിനെ ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക? ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാം ചോദിച്ചാൽ നിങ്ങൾ ഏതായിരിക്കും എഴുതുന്നുണ്ടാവുക? ഒബ്വിയസ്ലി ഷെയർ ഹോൾഡേഴ്സ്. ശരിയല്ല? ഷെയർ ഹോൾഡർ നമ്മൾ ഇന്നലെ ഓൾറെഡി ഒരു ഡയഗ്രാം ഒക്കെ വരച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സ് വിൽ അപ്പോയിന്റ് ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞത് അല്ലെ. സോ നമുക്കറിയാം. സോ ഒരു ചോദ്യമാണ്, ഹൂ അപ്പോയിന്റ്സ് ദ ഓഡിറ്റർ? ഹൂ അപ്പോയിന്റ്സ് ദ ഓഡിറ്റർ? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ. സോ ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ് ആ കമ്പനിയുടെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ആ കമ്പനിയുടെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക. അതേസമയത്ത് അതൊരു ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ നമുക്കറിയാം എന്താണ് ഗവൺമെന്റ് കമ്പനി എന്ന്. ഒരു കമ്പനിയുടെ 51% അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ സർക്കാരിന്റെ കയ്യിലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കും. സോ ഇഫ് ഒരു കമ്പനി 51% or more than 51% പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ is held within the hands of government, സെൻട്രൽ ഗവൺമെന്റ് ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം, മിക്സ് ആവാം, അത് ഡസന്റ് മാറ്റർ. സോ ഗവൺമെന്റ് കയ്യിലാണെങ്കിൽ നമ്മൾ അത്തരം കമ്പനീസിനെ എന്ത് വിളിക്കും? ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കും. സോ ഗവൺമെന്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ, ഓഡിറ്ററിനെ ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക? അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് C&AG ആണ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ C&AG പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഓൾറെഡി നമ്മുടെ ചാപ്റ്റർ നമ്പർ 9 ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് C&AGയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, C&AGയുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, പവേഴ്സ് എന്തൊക്കെയാണ്, നമുക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ C&AG ആണ് ഒരു ഗവൺമെന്റ് കമ്പനിയുടെ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ആരായിരിക്കും ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക? ഒബ്വിയസ്ലി ആ ഫേമിലെ പാർട്ട്നേഴ്സ് ആയിരിക്കും അല്ലെ. ആ ഫേമിലെ പാർട്ട്നേഴ്സ് ആയിരിക്കും ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിലോ? അപ്പൊ ഞാനൊരു സോൾ പ്രൊപ്പറേറ്റർ ആണ്, എനിക്കൊരു ഓഡിറ്ററിനെ എന്റെ ഫേം, എന്റെ ഈ ഒരു സ്ഥാപനം ഓഡിറ്റ് ചെയ്യണം. ആരായിരിക്കും ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക? ഞാൻ തന്നെ ആയിരിക്കും, സോൾ പ്രൊപ്പറേറ്റർ ഹിംസെൽഫ് അല്ലെ. സോൾ പ്രൊപ്പറേറ്റർ ഹിംസെൽഫ്.
ശരിയല്ലടാ? യെസ്. സോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ടോപ്പിക്. ഹു അപ്പോയിന്റ്സ് ദ ഓഡിറ്റർ? ഹു അപ്പോയിന്റ്സ് ദ ഓഡിറ്റർ? കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡർ, ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ C&AG, പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ പാർട്ട്നേഴ്സ്, സോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ ഹിംസെൽഫ്. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? സോ നമ്മൾ ആ ടോപ്പിക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഇതിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത്രയേ ഉള്ളൂ. നോക്കിയാൽ അറിയാൻ പറ്റും ഒരു കമ്പനിയുടെ നോക്കണം, ഷെയർ ഹോൾഡേഴ്സ് അത് ഓണേഴ്സ് ഓഫ് ദ കമ്പനി ആൻഡ് ഓഡിറ്റർ ഇസ് അപ്പോയിന്റഡ് ബൈ ദം ഇൻ ദ AGM. ഒരു AGM-ൽ വെച്ചിട്ടാണ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ആണ് ഒരു കമ്പനിയുടെ ഓണേഴ്സ്. സോ അവരാണ് ഒരു കമ്പനിയുടെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. എവിടെ വെച്ചിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? AGM-ൽ വെച്ചിട്ടാണ്. അതേസമയത്ത് ഗവൺമെന്റ് കമ്പനീസ് ആണെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ C&AG അതൊരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആണ്. വി വിൽ ഡിസ്കസ് അബൌട്ട് C&AG ഇൻ ഡീറ്റെയിൽ. ഇനി വരുന്ന ക്ലാസ്സുകളിൽ, ഇനി വരുന്ന ചാപ്റ്റേഴ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ C&AG ആയിരിക്കും ഒരു ഗവൺമെന്റ് കമ്പനിയുടെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. അതേസമയത്ത് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഓഡിറ്റർ ഇസ് അപ്പോയിന്റഡ് ബൈ ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം. പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ പാർട്ട്നേഴ്സ് ആയിരിക്കും, സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ കേസിൽ സോൾ പ്രൊപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ ആണോടാ? സോ ഇത്രയേ ഉള്ളൂ ഹു അപ്പോയിന്റ്സ് ദ ഓഡിറ്റർ. ഇതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം വരുന്നുണ്ട്. ആർക്കാണ് ഈ ഓഡിറ്റർ ഓഡിറ്റ് ഒക്കെ ചെയ്തിട്ട് എന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഓഡിറ്റ് ഒക്കെ എന്റെ കംപ്ലീറ്റ് ചെയ്തു, ഇനി ഞാൻ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ്. എന്നെ ആരാണോ അപ്പോയിന്റ് ചെയ്തത് അയാൾക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്നെ ആരാണോ അപ്പോയിന്റ് ചെയ്തത് അയാളെയാണ് ഞാൻ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം, എന്നെ ആരെ അപ്പോയിന്റ് ചെയ്തത്? പാർട്ട്നേഴ്സ്. അപ്പൊ ഞാൻ ആർക്കായിരിക്കും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സിന്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, എന്നെ ആരാണ് അപ്പോയിന്റ് ചെയ്തത്? സോൾ പ്രൊപ്പറേറ്റർ. അപ്പൊ ഞാൻ ആർക്കായിരിക്കും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്? സോൾ പ്രൊപ്പറേറ്റർ. ഒരു ഗവൺമെന്റ് കമ്പനി, അപ്പൊ ആർക്കായിരിക്കും ഞാൻ എന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്? C&AG-ക്കും സബ്മിറ്റ് ചെയ്യണം, കമ്പനിക്കും സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, C&AG-ക്കും സബ്മിറ്റ് ചെയ്യണം, കമ്പനിക്കും സബ്മിറ്റ് ചെയ്യണം. ഷെയർ ഹോൾഡേഴ്സിന്റെ കേസിലാണെങ്കിൽ ഞാൻ ആർക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്? ടു ദ ഷെയർ ഹോൾഡേഴ്സ്, ടു ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ആയിരിക്കും. ഓക്കെ ആണോ? സോ ആരാണോ നമ്മൾ അപ്പോയിന്റ് ചെയ്തത് അവർക്കായിരിക്കും മിക്കവാറും നമ്മൾ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. കാരണം അവരാണല്ലോ നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അപ്പോയിന്റ് ചെയ്ത്. സോ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന അതിന്റെ റിപ്പോർട്ട് കാർഡ് നമ്മൾ ആർക്കാണ് ഏൽപ്പിക്കേണ്ടത്? നമ്മളെ ആരാണോ അപ്പോയിന്റ് ചെയ്ത് അവർക്കായിരിക്കും. നോക്കാം. ദ ഔട്ട്കം ഓഫ് ദ ഓഡിറ്റ് ഈസ് എ റിട്ടേൺ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റിന്റെ ഔട്ട്കം എന്താണ്? ഓഡിറ്റ് ചെയ്തതിന്റെ റിസൾട്ട് എന്താണ്? ഒരു റിട്ടേൺ ഓഡിറ്റ് റിപ്പോർട്ട്. അതിനകത്താണ് ഓഡിറ്റർ അയാളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്താണ് ഓഡിറ്റർ വിൽ എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ. ഇത് ആർക്കായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുക? ടു ദ പേഴ്സൺ മേക്കിംഗ് ദ അപ്പോയിന്റ്മെന്റ്. ആരാണോ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തത് അയാൾക്കായിരിക്കും ഈ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് കമ്പനീസിന്റെ കേസിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തത്, അതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് സബ്മിറ്റ് ചെയ്യും. ഫേമിന്റെ കേസിലാണെങ്കിൽ പാർട്ട്നേഴ്സിന് സബ്മിറ്റ് ചെയ്യും. ഓക്കെ ആണോ? സോ രണ്ട് ചെറിയ കോൺസെപ്റ്റ് ആണ്, വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണോ? സോ രണ്ട് ടോപ്പിക് നമ്മൾ ഡൺ. Okay, to who appoints the auditor, to whom the report is submitted. Next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ആണ് ഓഡിറ്റ് മാൻഡറ്ററി ആണോ ഓഡിറ്റ് വോളണ്ടറി ആണോ? നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഓഡിറ്റ് നിർബന്ധമാണോ? എല്ലാവരും ഓഡിറ്റ് ചെയ്തേ പറ്റൂ, irrespective whether you are a big company, small company, sole proprietorship firm, എല്ലാവർക്കും ഓഡിറ്റ് വേണം? What do you think? എല്ലാവർക്കും ഓഡിറ്റ് വേണമോ? What do you think? എല്ലാവർക്കും ഓഡിറ്റ് വേണമോ? എല്ലാ സ്ഥാപനങ്ങൾക്കും ഓഡിറ്റ് വേണമോ? വേണ്ട, എല്ലാവർക്കും ഓഡിറ്റ് വേണ്ട. സോ ഓഡിറ്റ് ഈസ് നോട്ട് ഓൾവേസ് ലീഗൽ മാൻഡറ്ററി, ഈസ് നോട്ട് നെസസറി. ഓഡിറ്റ് ഈസ് it is not necessary that audit is always legal mandatory. അതായത് ഓഡിറ്റ് എല്ലാവർക്കും മാൻഡറ്ററി അല്ല. പക്ഷേ ചില സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റ് മാൻഡറ്ററി ആണ്. സേ ഫോർ എക്സാമ്പിൾ കമ്പനീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റ് നിർബന്ധമാണ്. നിങ്ങൾ ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റ് നിർബന്ധമാണ്. ഇഫ് യു ആർ എ കമ്പനി, കമ്പനീസ് ആർ കമ്പൽസറിലി റിക്വയർഡ് ടു ഗെറ്റ് ദിയർ അക്കൗണ്ട്സ് ഓഡിറ്റഡ് അണ്ടർ ദ കമ്പനി ലോ. നിങ്ങൾ കമ്പനി ആണെങ്കിൽ, നിങ്ങൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിക്കോട്ടെ, പബ്ലിക് ലിമിറ്റഡ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളൊരു കമ്പനി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ചില സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റ് മാൻഡറ്ററി ആണ്. ഇനിയിപ്പോ നമ്മൾ കമ്പനി അല്ല, ഞാനൊരു സോൾ പ്രൊപ്പറേറ്റർ ആണ്, ഞാനൊരു ഫേം ആണ്, ഓഡിറ്റ് നിർബന്ധമാണോ? നിർബന്ധമല്ല. പക്ഷെ എന്റെ കേസിലും ചില സമയത്ത് നിർബന്ധമാവും. ഞാനൊരു സോൾ പ്രൊപ്പറേറ്റർ ആണ്, അല്ലെങ്കിൽ ഞാനൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആണ്, എനിക്ക് ഓഡിറ്റ് നിർബന്ധമല്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ എനിക്കും നിർബന്ധമായി വരും. ഏതാണ് സർ ആ സാഹചര്യം? സേ ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്റെ ടേൺ ഓവർ, എന്റെ റവന്യൂ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ എനിക്ക് ടാക്സ് ഓഡിറ്റ് വേണ്ടി വരും, 44AB ഓഡിറ്റ് വേണ്ടി വരും. നിങ്ങൾ ഇൻകം ടാക്സിനകത്ത് പഠിക്കുന്നുണ്ടാവും. സോ ഈവൻ ഫോർ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റി, ഞാൻ കമ്പനി അല്ല, നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റി ആണ്, ഫേം ആവാം,
സോ എനിക്കും ഓഡിറ്റ് നിർബന്ധമാവും. എപ്പോഴാണ്? അണ്ടർ ദ ടാക്സ് ലോ, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചില സമയത്ത് എനിക്ക് എന്ത് വരും? ഓഡിറ്റ് നിർബന്ധമാവും. സോ ഓഡിറ്റ് ഈസ് നോട്ട് ഓൾവേസ് മാൻഡറ്ററി, ബട്ട് മെനി entities get their accounts audited voluntarily. Even say for example, ചില സമയത്ത് എനിക്ക് ഓഡിറ്റ് വേണ്ട, എനിക്ക് ഓഡിറ്റ് നിർബന്ധമല്ല, പക്ഷെ എന്നാലും ഞാൻ ഓഡിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? കാരണം എനിക്ക് ഓഡിറ്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. ഓഡിറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്റെ ശരിയായ പ്രോഫിറ്റ് അറിയാൻ പറ്റൂ. ഓഡിറ്റ് ചെയ്താൽ മാത്രമേ എന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റൂ. സോ ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചില സമയത്ത് ഓഡിറ്റ് ചെയ്യും. സോ മെനി entities may get their accounts audited voluntarily because of the benefits from the process of audit. സോ ഈ ഓഡിറ്റിന്റെ ബെനിഫിറ്റ്സ് എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ ചില സമയത്ത് ഓഡിറ്റ് ചെയ്യും. എനിക്ക് ഓഡിറ്റ് നിർബന്ധമൊന്നുമല്ല, എന്നോട് ഓഡിറ്റ് ചെയ്യണമെന്നാലും പറഞ്ഞിട്ടില്ല, പക്ഷെ ബിക്കോസ് ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഓഡിറ്റ് ഐ മേ ഗെറ്റ് മൈ അക്കൗണ്ട്സ് ഓഡിറ്റഡ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഓഡിറ്റ് മാൻഡറ്ററി ഓർ വോളണ്ടറി. സോ എന്താ പറയുക, നിങ്ങൾ ഓഡിറ്റ് മാൻഡറ്ററി ആണോ ചോദിച്ചാൽ ഓഡിറ്റ് ഈസ് നോട്ട് മാൻഡറ്ററി ഫോർ ഓൾ ദ എൻറ്റിറ്റീസ്. പക്ഷെ ചില എൻറ്റിറ്റീസിന് ഓഡിറ്റ് മാൻഡറ്ററി ആണ്, ചില എൻറ്റിറ്റീസിന് ഓഡിറ്റ് മാൻഡറ്ററി അല്ല. അതായത് അവർക്ക് വേണമെങ്കിൽ വോളണ്ടറിലി ഓഡിറ്റ് ചെയ്യാം. സർ എന്തിനാണ് സാർ അവർ വോളണ്ടറിലി ഓഡിറ്റ് ചെയ്യുന്നത്? ബിക്കോസ് മേ ബി അവർക്ക് ഓഡിറ്റ് ബെനിഫിറ്റ്സ് അറിയാം. ആ ബെനിഫിറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ചില സമയത്ത് ഓഡിറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ ആണോടാ? യെസ്. സി, ഞാനൊരു കമ്പനിയിലാണ്, എനിക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓഡിറ്റ് മാൻഡറ്ററി ആവും. ഞാനൊരു കമ്പനി ഒന്നും, ഞാനൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആണ്, അല്ലെങ്കിൽ ഒരു LLP ആണ്, അല്ലെങ്കിൽ ഞാനൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. എനിക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓഡിറ്റ് മാൻഡറ്ററി ആയിട്ട് വരും. യെസ്, വരും. ഇൻകം ടാക്സ് ആക്ട് പ്രകാരമോ മറ്റ് വല്ല ആക്ട് പ്രകാരമോ ആ ആക്ടിനകത്ത് ഓഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചില സമയത്ത് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ആണോടാ? യെസ്. സോ നമ്മളിപ്പം ഓൾ ടുഗെദർ നമ്മളിപ്പം 3 ടോപ്പിക്സ് പഠിച്ചു. ഹൂ അപ്പോയിന്റ്സ് ഓഡിറ്റർ, ആർക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഓഡിറ്റ് മാൻഡറ്ററി ആണോ വോളണ്ടറി ആണോ. ഇതിനകത്ത് ഓഡിറ്റ് വോളണ്ടറി ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഡിറ്റിന്റെ ബെനിഫിറ്റ്സ് അറിയുന്നത് കൊണ്ട് അവർ ഓഡിറ്റ് ചെയ്യും. ഓഡിറ്റിന്റെ ബെനിഫിറ്റ്സ് അവർക്ക് അറിയുന്നത് കൊണ്ട് അവർ ഓഡിറ്റ് ചെയ്യും. സോ എന്റെ നെക്സ്റ്റ് ടോപ്പിക് എന്താണ് ഓഡിറ്റിന്റെ ബെനിഫിറ്റ്സ്? എന്താണ് ഓഡിറ്റിന്റെ ബെനിഫിറ്റ്സ്? എന്തൊക്കെയാണ് ഓഡിറ്റിന്റെ ബെനിഫിറ്റ്സ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ്? ഓക്കെ, സോ നൗ ലെറ്റ്സ് ഡിസ്കസ് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ്. സോ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ് എന്തെന്ന് അറിയണമെങ്കിൽ ഇത് ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഓരോ പോയിന്റ് ഡിസ്കസ് ചെയ്യാം. സോ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റിനകത്ത് ഇവിടെ ഒരുപാട് പോയിന്റ്സ് പറയുന്നുണ്ട്. സോ ഈ പോയിന്റ്സ് പെട്ടെന്ന് ഓർത്ത് വെക്കണമെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഡിഫറെന്റ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർത്താൽ മതി. ഡിഫറെന്റ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സേ ഫോർ എക്സാമ്പിൾ, ഒരു യൂസർ പറഞ്ഞു ഗവൺമെന്റ്, ഒരു യൂസറിലെ ഗവൺമെന്റ് ഒരു യൂസർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? യെസ് സർ. അപ്പൊ ഗവൺമെന്റിന് ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ്? ദേ കൻ ഡിറ്റർമൈൻ ദ ടാക്സ് ലയബിലിറ്റി. ദേ കൻ ഈസിലി ഡിറ്റർമൈൻ ദ ടാക്സ് ലയബിലിറ്റി. നമുക്ക് ടാക്സ് ലയബിലിറ്റീസ് എത്രയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെന്റിന് ഓഡിറ്റ് ഹെൽപ്ഫുൾ ആണ്. സോ ഗവൺമെന്റിനെ സംബന്ധിച്ച് എന്തിനാണ് ഓഡിറ്റ് നല്ലത്? ടു ഡിറ്റർമൈൻ ദ ടാക്സ് ലയബിലിറ്റി. സോ നെക്സ്റ്റ് യൂസർ, ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തുകൊണ്ടാണ് ഓഡിറ്റ് കൊണ്ട് എന്താണ് കാര്യം? കാരണം സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ബാങ്കിൽ ചെന്നിട്ട് ഒരു ലോണിന് അപേക്ഷിച്ചു എന്ന് വിചാരിക്കാം. ബാങ്ക് എന്നോട് പറയും ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവരണം. കാരണം ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇസ് വൺ ഓഫ് ദ ഡോക്യുമെന്റ് വിച്ച് ഇസ് റിലൈഡ് ബൈ ദ ബാങ്ക്. ഓക്കെ, ബാങ്ക് റിലൈ ചെയ്യുന്ന റിലയബിൾ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് ആണത് ബാങ്ക് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ ബാങ്കിന് ഓഡിറ്റ് ഒരു റിലയബിൾ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് ആണ്. റിലയബിൾ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് ആണ് എന്ത്? ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്ത്? ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബാങ്കിനെ സംബന്ധിച്ച് ഒരു റിലയബിൾ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് ആണ്. സോ ഈ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാങ്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക? ലോൺ ഒക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഗവൺമെന്റ്, സെക്കൻഡ് നമ്മൾ പഠിച്ചു ബാങ്ക്. തേർഡ് യൂസർ ആയിട്ട് നമുക്ക് ആരെ എടുക്കാം? ഷെയർ ഹോൾഡേഴ്സിനെ എടുക്കാം. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഡിറ്റ് വേണം. ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ശ്രദ്ധിക്കണം, ഷെയർ ഹോൾഡേഴ്സ് അവരുടെ പൈസ മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടാണ് കമ്പനി റൺ ചെയ്യുന്നത്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് അറിയണം അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന്. പക്ഷെ ഷെയർ ഹോൾഡേഴ്സിന് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെല്ലാരും കൂടി ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തു. സോ ദിസ് ഓഡിറ്റർ വിൽ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് അവരുടെ പൈസ കമ്പനി ഏൽപ്പിച്ചിട്ടാണ് കമ്പനി റൺ ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്താണ് നടക്കുന്നത്? കമ്പനിയിൽ ആക്ച്വലി എന്താണ് നടക്കുന്നത്? അവരുടെ പൈസ, അവരുടെ റിട്ടേൺസ് കിട്ടുമോ? കമ്പനി നഷ്ടത്തിലാണോ ഓടുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് അറിയണം. സോ ഷെയർ ഹോൾഡേഴ്സ് ആരെ അപ്പോയിന്റ് ചെയ്തു? ഓഡിറ്ററിനെ അപ്പോയിന്റ്. സോ ദിസ് ഓഡിറ്റർ വിൽ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. അടുത്തത് യൂസേഴ്സ് ഓഫ് FS, യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സി, യൂസേഴ്സിന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഡിറ്റ് വേണം. ഒരു ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും.
ഓക്കെ, ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് നടക്കുന്നുണ്ട് എന്നറിയുന്ന സമയത്ത് നമുക്കറിയാം അതൊരു ഓഡിറ്റ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇറ്റ് വിൽ ബൂസ്റ്റ് ദ കോൺഫിഡൻസ് ഓഫ് ദ യൂസർ. ഇറ്റ് വിൽ ബൂസ്റ്റ് ദ confidence of the users. It will boost the confidence of the users. It will boost the confidence of the users. അടുത്ത എംപ്ലോയീസ്. അടുത്ത യൂസേഴ്സ് ആണ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്താണ്? സി, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വന്നിട്ട് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് അവിടെ ഫ്രോഡ് ചെയ്യാൻ നിൽക്കത്തില്ല. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ തന്നെ കാര്യത്തിൽ നമ്മുടെ പ്രവൃത്തി ആരും നോക്കാനില്ല, നമ്മുടെ പ്രവൃത്തി ആരും ചെക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ചില സമയത്ത് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെ? പക്ഷെ എന്റെ കാര്യം ഒരാൾ വന്ന് നിരീക്ഷിക്കുന്നുണ്ട്, ഒരാൾ വന്ന് സൂപ്പർവൈസ് ചെയ്യും, ഒരാൾ വന്ന് ചെക്ക് ചെയ്യും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വി വോണ്ട് കമ്മിറ്റ് ഇൻ ഫ്രോഡ്. നമ്മളെ ഇങ്ങനെ കയറൂരി വിട്ട പട്ടം പോലെ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കാര്യം ഒരാൾ വന്ന് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, ഒരാൾ വർഷത്തിൽ ഒരു തവണ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്തില്ല. സോ ഓഡിറ്റ് വിൽ ആക്ട് ആസ് എ മോറൽ ചെക്ക്. ഓഡിറ്റ് വിൽ ആക്ട് ആസ് എ മോറൽ ചെക്ക് ഓൺ employees from committing fraud. Moral check on the employees from committing fraud. So എംപ്ലോയീസ് ഓഡിറ്റർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ എംപ്ലോയീസ് തെറ്റ് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും അവർ പിന്തിരിയും. സോ ഓഡിറ്റ് ആക്ട് ആസ് എ മോറൽ ചെക്ക് ഓൺ ദ എംപ്ലോയീസ് ഫ്രോം കമ്മിറ്റിംഗ് ഫ്രോഡ്. ആറാമത്തെ പോയിന്റ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഓഡിറ്റ് കൊണ്ട് എന്താണ് ഗുണം? മാനേജ്മെന്റ് ഒന്ന്, ഓഡിറ്റ് ഹെൽപ്സ് ദം ടു ഡിറ്റക്ട് ദ ഫ്രോഡ് ആൻഡ് എറർസ്. Audit will help them to detect the fraud and errors. രണ്ട്, pointing out deficiencies in their accounting system and internal control system. അതായത് ഞാൻ ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റം ഉണ്ട്, എന്റെ കമ്പനിയിൽ ഞാൻ ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റം ഉണ്ട്, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, ഒരു അക്കൗണ്ടിങ് സിസ്റ്റം. ഈ സിസ്റ്റത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഓഡിറ്റ് നിർബന്ധമാണ്. ഓഡിറ്റർ വന്നിട്ട് എന്റെ സിസ്റ്റം ഞാൻ ബിൽഡ് ചെയ്തൊരു സിസ്റ്റം ഉണ്ട് ഇവിടെ, ഈ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് ഓഡിറ്റർ കാണിച്ചു തരും. സോ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ്. അപ്പൊ ഓഡിറ്റിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ്സ് വേണം എഴുതാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ബെനിഫിറ്റ്സ് എന്ന് എഴുതുന്ന സമയത്ത് ഇതുപോലെ ഹൈഫൺ ഇട്ടിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ഒരു പോയിന്റ് അതായത് സെന്റൻസ് ആയിട്ട് എഴുതിയാൽ മതി. ഡോണ്ട് റൈറ്റ് ഗവൺമെന്റ് ഹൈഫൺ ഡിറ്റർമൈൻ ടാക്സ് ലയബിലിറ്റി, അതുപോലെ എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല. എക്സാമിൽ നിങ്ങൾ സെന്റൻസ് ആയിട്ട് എഴുതിയാൽ മതി. സോ ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെന്റ് ടു ഡിറ്റർമൈൻ ദ ടാക്സ് ലയബിലിറ്റി. ബാങ്ക്, ആസ് ഫാർ ആസ് ബാങ്ക് ഈസ് കൺസേൺഡ്, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് എ റിലയബിൾ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ്. ആ രീതിയിൽ എഴുതിയാൽ മതി. As far as shareholders are concerned, audit will protect the interest of the shareholders. ഈ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഓർത്ത് വെക്കണം. ഡിഫറെന്റ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മതി. ഒന്ന് ഗവൺമെന്റ്, ഒന്ന് ബാങ്ക്, ഒന്ന് ഷെയർ ഹോൾഡേഴ്സ്, ഒന്ന് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, എംപ്ലോയീസ്, മാനേജ്മെന്റ്. മാനേജ്മെന്റ് സംബന്ധിച്ച് രണ്ട് ബെനിഫിറ്റ് വരുന്നുണ്ട്. ഒന്ന്, ഓഡിറ്റ് ഹെൽപ്പ് ദം ടു ഡിറ്റക്ട് ദ ഫ്രോഡ് ആൻഡ് എറേഴ്സ്. പിന്നെ അവർ ഉണ്ടാക്കി വെച്ച സിസ്റ്റം, ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അവർക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും, അതും അവർക്ക് കണ്ടുപിടിക്കാൻ അവർക്ക് സഹായിക്കും, ഓഡിറ്റ് സഹായിക്കും. So these are the benefits of audit. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ബുക്കിനകത്തുള്ളത്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നോക്കിയ ഫസ്റ്റ് പോയിന്റ്, ഗവൺമെന്റ് helps the government authority for determining the tax liability. Second one, banks, it's a reliable source of document. Audited financial statement can be relied by the banks. എന്തിന്? ഒരാൾക്ക് ലോൺ കൊടുക്കണോ വേണ്ടിയോ, so it can be relied by the banks for making their credit decision. Management സംബന്ധിച്ച് it helps in detecting the fraud or error of both. It helps in pointing out the deficiencies in their system, controls operating. അവരുടെ സിസ്റ്റത്തിലുള്ള ഡെഫിഷ്യൻസീസ് കണ്ടുപിടിക്കാൻ സഹായിക്കും. പിന്നെ ആസ് എ മോറൽ ചെക്ക് ഓൺ ദ എംപ്ലോയീസ് ഫ്രോം കമ്മിറ്റിംഗ് ഫ്രോഡ്. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് ഈസ് സേഫ് ഗാർഡഡ് ബൈ ദ ഓഡിറ്റ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ ഓഡിറ്റ് നിർബന്ധമാണ്. ആൻഡ് ഫൈനലി ഇറ്റ് ബൂസ്റ്റ് ദ കോൺഫിഡൻസ് ടു ദ യൂസേഴ്സ്. ഓക്കെ ആണോ? സോ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റിനകത്ത് എഴുതേണ്ടത്.
ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് വെരി ക്ലിയർ ടു യു. എന്തൊക്കെയാണ് നമ്മൾ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റിനെ കുറിച്ച് പഠിച്ചത്? ഓരോ യൂസേഴ്സിനെ കുറിച്ച് ഓർത്താൽ മതി. ഗവൺമെന്റ് ആണെങ്കിൽ ടാക്സ് കണ്ടുപിടിക്കാൻ സഹായിക്കും. ബാങ്കിനാണെങ്കിൽ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് എ റിലയബിൾ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് ഫോർ ഡിറ്റർമൈനിങ് വെദർ ദ ലോൺ ഈസ് ടു ബി ഗ്രാന്റഡ് ഓർ നോട്ട്. ഷെയർ ഹോൾഡേഴ്സ് സംബന്ധിച്ച് അവിടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യും, യൂസേഴ്സിന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും, എംപ്ലോയീസിന് മോറൽ ചെക്ക് ആണ്. പിന്നെ മാനേജ്മെന്റ് ആണെങ്കിൽ ഡിറ്റക്ട് ദ ഫ്രോഡ് ആൻഡ് ഹെൽപ്സ് ഇൻ പോയിന്റിംഗ് ഔട്ട് ദ ഡെഫിഷ്യൻസീസ്. ഓക്കെ ആണോടാ? I hope this point is clear to you. Benefit എന്നുള്ള ഈ ഒരു പോയിന്റ് ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ്. ഓക്കെ ആണല്ലോടാ? യെസ്. ബെനിഫിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. എന്താണ് ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്? സോ ഇന്നത്തെ ദിവസം നമ്മൾ ടാർഗറ്റ് എന്തൊക്കെയായിരുന്നു? ബെനിഫിറ്റ്സ് ഡൺ, ഓഡിറ്റ് മാൻഡറ്ററി ഓർ നോട്ട് വോളണ്ടറി ഡൺ, who appoints the auditor done, to whom the audit report is submitted done. ഇനി ആകെ നമുക്ക് ഒരു 3 ടോപ്പിക് ഉള്ളൂ. പക്ഷെ ഈ 3-നകത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടോപ്പിക് ഉള്ളത്. ഓക്കെ, ഒന്ന് ലിമിറ്റേഷൻസും സ്കോപ്പിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നതെന്നും. സോ ഫസ്റ്റ് ടോപ്പിക് ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്, ആൻഡ് ദിസ് ഇസ് എ ഡാം ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക്. എന്തൊക്കെയാണ് ഓഡിറ്ററിന്റെ ഇൻഹറന്റ് ലിമിറ്റേഷൻസ്? എടാ, ലിമിറ്റേഷൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലിമിറ്റേഷൻസ് പരിമിതികൾ അല്ലെ? ഒരു ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ പരിമിതികൾ. ഒരു ഓഡിറ്ററിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഓഡിറ്റർ എന്തുകൊണ്ടാണ് ഒരു ഓഡിറ്ററിന് അബ്സല്യൂട്ട് അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഒരു ഓഡിറ്ററിന് വൈ ആൻ ഓഡിറ്റർ കനോട്ട് ഒബ്റ്റെയിൻ അബ്സല്യൂട്ട് അഷ്വറൻസ്? എന്തുകൊണ്ടാണ് ഓഡിറ്ററിന് ഒരിക്കലും അബ്സല്യൂട്ട് അഷ്വറൻസ് കൊടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഒരു ഓഡിറ്റർ റീസണബിൾ അഷ്വറൻസ് കൊടുക്കുന്നത്? ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓഡിറ്റ് ചെയ്യാം, എന്നാലെങ്കിലും എനിക്ക് അബ്സല്യൂട്ട് അഷ്വറൻസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. വൈ? ബിക്കോസ് ഓഫ് ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ഇൻഹറന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബൈ ഡീഫോൾട്ട്. ബൈ ഡീഫോൾട്ട് ആയിട്ട്, അതായത് ഇൻബിൽഡ് അല്ലെങ്കിൽ ഇൻബിൽഡ് ബൈ ഡീഫോൾട്ട് ആയിട്ട്, ഇൻബിൽഡ് ആയിട്ട് എന്റെ ഓഡിറ്റിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തില്ല, ഞാൻ 100% ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്താൽ പോലും എനിക്ക് അബ്സല്യൂട്ട് അഷ്വറൻസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ബൈ ഡീഫോൾട്ട് ആയിട്ട് ഈ ഓഡിറ്റിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. ആസ് എൻ ഓഡിറ്റർ എനിക്ക് ചെയ്യാവുന്നതിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്കൊരു റിസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ എന്തൊക്കെയാണ് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ്? ഓക്കെ ആണോ? സോ ഇതിനകത്ത് ടോട്ടൽ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാലോ. ഒന്ന്, നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, not in the nature of investigation, timeliness of financial reporting and decrease in the relevance of information over time, future events. ആകെ കൂടെ 5 പോയിന്റ്സ് ആണുള്ളത്. ഈ 5 പോയിന്റ്സ് ഒന്നെങ്കിൽ ഒരു ഹോൾസെയിൽ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ റീറ്റെയിൽ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. സർ എന്താണ് സർ ഈ ഹോൾസെയിൽ ക്വസ്റ്റനും റീറ്റെയിൽ ക്വസ്റ്റനും? ഹോൾസെയിൽ ക്വസ്റ്റൻ എന്ന് വെച്ചാൽ 5 പോയിന്റ്, വാട്ട് ആർ ദ ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്, ഒറ്റ ക്വസ്റ്റൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ 5 പോയിന്റ് എഴുതാം. ചില സമയത്ത് അവർ ഒറ്റ പോയിന്റ് മാത്രം ചോദിക്കും, നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അപ്പൊ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഒരു 5 പോയിന്റ് എഴുതേണ്ടി വരും. സോ നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഹെഡിങ്ങും ഒരു സെന്റൻസും പഠിച്ചാൽ പോരാ. സോ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ധാരണ ഉണ്ടാവണം. ഓക്കെ ആണോ? നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. സോ വി ആർ ഡിസ്കസിങ് അബൌട്ട്, എന്റെ കൂടെ തന്നെ എഴുതാ, ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളും ഹൈലൈറ്റ് ചെയ്യണം. ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ഇൻഹറന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇൻബിൽഡ് അല്ലെങ്കിൽ ബൈ ഡീഫോൾട്ട്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് പരിമിതികൾ. ഓക്കെ, പരിമിതികൾ. ഞാൻ മലയാളത്തിൽ എഴുതിയ പ്രശ്നമോ അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഓക്കെ, പരിമിതികൾ. ഓക്കെ, യെസ്. എന്നാലും ഒന്ന് ശ്രമിക്കാം അല്ലെ. പരിമിതികൾ അതെങ്ങനെയാടാ? ഇങ്ങനെയാണോ? ഐ ഡോണ്ട് നോ, വാട്ട് എവർ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. ഡൺ. ഓക്കെ, ഫൈൻ. പരിമിതികൾ. ഓക്കെ ആണോ? യെസ്. സോ ഫസ്റ്റ് ലിമിറ്റേഷൻ is nature of financial reporting. നമ്മൾ ഈ വാക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുള്ള വാക്ക് നമ്മൾ ഇന്നലെ AFRF കേട്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒക്കെ എവിടെ റിപ്പോർട്ട് ചെയ്യാറുള്ളത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലാണ്. സോ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? മാനേജ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ കാണുന്ന ചില എമൗണ്ടുകൾ മാനേജ്മെന്റിന്റെ ജഡ്ജ്മെന്റിന്റെ ബേസിലായിരിക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ എല്ലാ എമൗണ്ട്സും
പ്രോപ്പർലി എന്താ പറയാ എവിഡൻസ് ഉണ്ടാവില്ല. ചില എമൗണ്ട്സുകൾ മാനേജ്മെന്റ് ജഡ്ജ്മെന്റ് ബേസ്, മാനേജ്മെന്റ് ഡിസിഷൻസിന്റെ ബേസിലായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ്. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പ്രൊവിഷൻ. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇത്രയാണ്. ഇപ്പൊ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഔട്ട്ഫുൾ ഡേറ്റ്സ്, ഈ വർഷം ഇത്ര ബാഡ് ഡേറ്റ്സ് ഉണ്ടാകും, നമുക്ക് കൃത്യമായിട്ട് മുൻകൂട്ടി പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അത് മാനേജ്മെന്റ് ജഡ്ജ്മെന്റ്സ് ആണ്. മാനേജ്മെന്റ് തോന്നുവാണ് ഈ വർഷം ഇത്രയായിരിക്കും വേണ്ടത്. സോ മാനേജ്മെന്റ് തോന്നലുകളാണ്, മാനേജ്മെന്റ് അസംഷൻസ് ആണ്, മാനേജ്മെന്റ് എസ്റ്റിമേറ്റുകളാണ്, അല്ലെ? സോ ഈ ജഡ്ജ്മെന്റ്സ് ചില സമയത്ത് സബ്ജക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. മാനേജ്മെന്റ് അവർക്ക് ഫേവറബിൾ ആയിട്ട് ജഡ്ജ്മെന്റ്സ് എടുക്കും. സോ ഈ ജഡ്ജ്മെന്റ്സ് ചില സമയത്ത് സബ്ജക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു കറക്റ്റ് ഫിഗർ, സേ ഫോർ എക്സാമ്പിൾ മാനേജ്മെന്റ് പറയുകയാണെങ്കിൽ ഈ വർഷം 10% മതി പ്രൊവിഷൻ, പക്ഷെ ഓഡിറ്ററിന് തോന്നുന്നു 10% പോരാ, 15% വേണം. ഇതിൽ ഏതാണ് ശരി? നമുക്ക് കൃത്യമായിട്ടും ഏതാണ് ശരി എന്ന് പറയാൻ പറ്റൂ? മാനേജ്മെന്റ് പറയണം അവർ പറഞ്ഞാണ് ശരി, ഓഡിറ്റ് പറ്റില്ല 15% വെക്കണം, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പറയണം. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ശരി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ? പറ്റത്തില്ല. സോ മനസ്സിലാക്കേണ്ട കാര്യം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരുപാട് ജഡ്ജ്മെന്റ്സ് എടുക്കാറുണ്ട്, ഒരുപാട് ഡിസിഷൻസ് എടുക്കാറുണ്ട്. സോ സേ ഫോർ എക്സാമ്പിൾ പ്രൊവിഷൻ. സോ പ്രൊവിഷൻ ഒക്കെ ഈ ജഡ്ജ്മെന്റ്സ് ഒക്കെ സംടൈംസ് സബ്ജക്റ്റീവ് ആവും. അവർക്ക് ഫേവറബിൾ ആയിട്ട് അവർ ജഡ്ജ്മെന്റ്സ് എടുക്കും, ഡിസിഷൻസ് എടുക്കും. ഓക്കെ, അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതെന്റെ ഒരു പരിമിതികളിൽ ഒരു പെട്ടതാണ്, അതെന്റെ ലിമിറ്റേഷൻസ് ആണ്. എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവർ പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് നമുക്ക് കൃത്യമായിട്ട് മുൻകൂട്ടി പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതെന്റെ ലിമിറ്റേഷൻ ആണ് ആസ് എൻ ഓഡിറ്റർ. ഒന്നുകൂടി പറയാൻ എടാ, മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില എമൗണ്ടുകൾ അവരുടെ ജഡ്ജ്മെന്റിന്റെ ബേസിസ് എടുക്കാറുണ്ട്. ഇപ്പൊ സെയിൽസ് ഈ വർഷം 10 കോടി എന്ന് വെക്കാം, നമുക്ക് ജഡ്ജ്മെന്റ് ബേസിലാണ്. അല്ല, എത്രയാണോ സെയിൽ നടന്നിട്ടുള്ളത് അത്ര മാത്രമേ നമ്മൾ കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് ജഡ്ജ്മെന്റ് ബേസിലല്ല. പക്ഷേ പ്രൊവിഷൻ അത് ജഡ്ജ്മെന്റ് ബേസിൽ, മാനേജ്മെന്റ് ജഡ്ജ്മെന്റ് ബേസിലാണ് അവരൊരു ഫിഗർ കൊടുക്കുന്നത്. ഈ വർഷം 10% വെക്കാം, 15% വെക്കാം, 20% വെക്കാം. അത് അവരുടെ ജഡ്ജ്മെന്റ് ബേസിലാണ്. ഓക്കെ, സോ ഈ ജഡ്ജ്മെന്റ്സുകൾ ചില സമയത്ത് സബ്ജക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. മാനേജ്മെന്റ് എടുക്കുന്ന ജഡ്ജ്മെന്റ്സ് ചില സമയത്ത് സബ്ജക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്, അവർക്ക് ഫേവറബിൾ ആവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ സബ്ജക്റ്റീവ് ആവാൻ ചാൻസ് ഉള്ളത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു ഓഡിറ്ററിന് പറയാൻ പറ്റില്ല. അത് ഓഡിറ്ററിന്റെ ഒരു പരിമിതി തന്നെയാണ്, പരിമിതിയിൽ പെടുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ ആണോ? സോ ഇതിനകത്ത് കറക്റ്റ് ഒരു ഫിഗർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ കറക്റ്റ് ഫിഗർ എപ്പോഴും ഒരു അൺസർട്ടൈനിറ്റി ഉണ്ട്. അവിടെ കറക്റ്റ് ഫിഗർ എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു അൺസർട്ടൈനിറ്റി ഉണ്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ ആണോ? സോ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നിങ്ങൾ എന്താണ് ആദ്യം പറഞ്ഞത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ജഡ്ജ്മെന്റ്സ് എടുക്കും. എക്സാമ്പിൾ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ്. ഈ ജഡ്ജ്മെന്റ്സുകൾ സബ്ജക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? ഇതിൽ ആരാണ് പറഞ്ഞത് ശരി? മാനേജ്മെന്റ് പറഞ്ഞതാണോ ശരി അല്ലെങ്കിൽ ഓഡിറ്റർ പറയുന്നതാണോ ശരി? നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു അൺസർട്ടൈനിറ്റി ഉണ്ട്. ഇതിലൊരു അൺസർട്ടൈനിറ്റി ഉണ്ട്. ഇതാണ് ഓഡിറ്ററിന്റെ ആദ്യത്തെ ലിമിറ്റേഷൻ. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻവോൾവ്സ് മേക്കിംഗ് മെനി ജഡ്ജ്മെന്റ്സ് ബൈ ദ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന മാനേജ്മെന്റ് ഒരുപാട് ജഡ്ജ്മെന്റ്സ് എടുക്കാറുണ്ട്. ഈ ജഡ്ജ്മെന്റ്സിനകത്ത് ചില സമയത്ത് സബ്ജക്റ്റീവ് ഡിസിഷൻസ് ഉണ്ടാവാം. അവർക്ക് ഫേവറബിൾ ആയിട്ട് ചില സമയത്ത് ഡിസിഷൻസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? അവർക്ക് ഫേവറബിൾ ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഡിസിഷൻസ് ഒക്കെ ശരിയാണ് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എപ്പോഴും അതിലൊരു അൺസർട്ടിനിറ്റി ഉണ്ട്. അതെന്റെ ലിമിറ്റേഷൻസ് തന്നെയാണ്. ഇതാണ് നമ്മുടെ പോയിന്റ് നമ്പർ 1, നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനകത്തുള്ള പോയിന്റ് നമ്പർ 1, എ പോയിന്റ്. ഇതിനകത്ത് ഒരു പോയിന്റും കൂടി പറയുന്നുണ്ട്, ബി പോയിന്റ്. അവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, മാനേജ്മെന്റ് ഒരുപാട് കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്യും. ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് വരാതിരിക്കാൻ മാനേജ്മെന്റ് ഒരുപാട് കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്യും. ശ്രദ്ധിക്കടാ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? മാനേജ്മെന്റ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മിസ്റ്റേറ്റ്മെന്റ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിൽ തെറ്റുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാനേജ്മെന്റ് ഒരുപാട് കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്യും. ഓർഗനൈസേഷൻ ഒരുപാട് അക്കൗണ്ടിങ് കൺട്രോൾസ്, ഒരുപാട് ഇന്റേണൽ കൺട്രോൾസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. എത്രയൊക്കെ കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്താലും ആ കൺട്രോൾസിനും ഒരു പരിമിതികളുണ്ട്, ആ കൺട്രോൾസിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്താലും അതിനും ഒരു പരിധിയൊക്കെ ഉണ്ട്, ഒരു പരിമിതികളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ആക്സിഡന്റ് ആവാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് ഒക്കെ ഇട്ടു. എന്നാൽ ഞാൻ വളരെ റാഷ് ഡ്രൈവിംഗ് ചെയ്തിട്ട് എനിക്ക് ആക്സിഡന്റ് ആയാൽ എന്റെ തലയ്ക്ക് ഒന്നും പറ്റില്ല, എനിക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ഹെൽമെറ്റ് ഇട്ടാലും ആ ഹെൽമെറ്റ് നമ്മുടെ തല പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഒരു പരിമിതിയുണ്ട്.
ആ പരിമിതിക്കപ്പുറത്ത് ആ ഹെൽമെറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സെയിം വേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാനേജ്മെന്റ് കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്താലും ഈ കൺട്രോൾസിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ ആണോ? കൺട്രോൾസിനും ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. കൺട്രോൾസിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ ആണോ? ഇതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയേണ്ടത്. ഇതാണ് ഞാൻ എന്റെ ഫസ്റ്റ് പോയിന്റ് പറയേണ്ടത്. സോ മാനേജ്മെന്റ് കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്താലും കൺട്രോൾസ് മേ നോട്ട് ഹാവ് ഓപ്പറേറ്റഡ് ടു പ്രൊഡ്യൂസ് റിലയബിൾ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഡ്യൂ ടു ദെയർ ഓൺ ലിമിറ്റേഷൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ഉദാഹരണം പറയാം. മാനേജ്മെന്റ് ഒരു നല്ലൊരു അക്കൗണ്ടന്റിനെ പിടിച്ച് അപ്പോയിന്റ് ചെയ്തു, അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അക്കൗണ്ട്സും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അക്കൗണ്ടന്റ് ആണല്ലോ, ഹ്യൂമൻ ബീങ് ആണല്ലോ, അയാൾ ചെയ്ത സമയത്ത് ചില എമൗണ്ട് മാറിപ്പോയി. ഹ്യൂമൻ എറർ, ഹ്യൂമൻലി മിസ്റ്റേക്സ്. ഒന്നുകൂടെ മാനേജ്മെന്റ് വളരെ നല്ലൊരു അക്കൗണ്ടന്റ് ആണ് ഹയർ ചെയ്തത്, പക്ഷെ മനുഷ്യനല്ലേ. സോ മനുഷ്യനാവുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഒന്നോ രണ്ടോ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ വരത്തില്ലേ? വരും. അതിപ്പോ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്താലും ഒന്ന് രണ്ട് മിസ്റ്റേക്സ് ഒക്കെ വരാം അല്ലെ? സോ എത്രയൊക്കെ നമ്മൾ കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്താലും ആ കൺട്രോൾസിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഈ രണ്ട് പോയിന്റ് ആണ് നിങ്ങൾ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിൽ ആൻസർ ചെയ്യുന്നത്. നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നിങ്ങൾ പറയേണ്ട രണ്ട് പോയിന്റ്സ് ഇതാണ്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന മാനേജ്മെന്റ് ഒരുപാട് ജഡ്ജ്മെന്റ്സ് എടുക്കും. ഈ ജഡ്ജ്മെന്റ്സ് സബ്ജക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ജഡ്ജ്മെന്റ്സ് സബ്ജക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇതിൽ മാനേജ്മെന്റ് പറഞ്ഞതും ശരിയാണ്, ഓഡിറ്റർ പറഞ്ഞത് ഇതിൽ ഏതാണ് ശരി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. ഇതിലൊരു ഓഫ് അൺസർട്ടനിറ്റി ഉണ്ട്. അത് ഓഡിറ്ററുടെ ലിമിറ്റേഷൻ ആണ്. രണ്ട്, മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മിസ്റ്റേറ്റ്മെന്റ്സ് വരാതിരിക്കാൻ ഒരുപാട് കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്താലും ആ കൺട്രോൾസിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാകും. കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മിസ്റ്റേറ്റ്മെന്റ്സ് വരത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് എനിക്ക് ഇനി ആക്സിഡന്റ് ആയാലും എന്റെ തലയ്ക്കൊന്നും പറ്റത്തില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. സെയിം വേ സോ കൺട്രോൾസിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ പോയിന്റ് നമ്പർ 1, നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ടു യു. ഓക്കെ ആണോടാ? മനസ്സിലാവുന്നുണ്ടോ? സോ ക്ലാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് മനസ്സിലാവേണ്ടതാണ്. ഓക്കെ ആണോടാ? യെസ് സർ. സോ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ ആണ്. എന്താണ്? നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാലോ. സെക്കൻഡ് പോയിന്റ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഓക്കെ ആണോ? സോ സെക്കൻഡ് പോയിന്റ് ലെറ്റ്സ് ഡിസ്കസ്. സെക്കൻഡ് പോയിന്റ്, നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. സർ എന്താണ് സർ ഈ ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ? അത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ എന്താണോ ചെയ്യുന്നത് ആ പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ഓഡിറ്റ് പ്രൊസീജിയർ. ഞാൻ ഒരു സ്ഥാപനത്തിൽ ചെന്നിട്ട് ഓഡിറ്റിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത്, ഓൾ ദ പ്രൊസീജിയേഴ്സ് വിച്ച് ആൻ ഓഡിറ്റർ പെർഫോംസ് ടു കളക്ട് ദ എവിഡൻസ് ഈസ് നോൺ ആസ് ഓഡിറ്റ് പ്രൊസീജിയർ. ഞാനൊരു സ്ഥാപനത്തിൽ എന്റെ ഉദ്ദേശം എന്താണ്? അഭിപ്രായം പറയുക. അഭിപ്രായം പറയണമെങ്കിൽ എന്റെ കയ്യിൽ തെളിവുകൾ വേണം. സോ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഞാനൊരു സ്ഥാപനത്തിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനെയാണ് ഞാൻ കളക്റ്റീവ്ലി എന്ത് വിളിക്കുന്നത്? ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഓഡിറ്റ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിമിറ്റേഷൻസ്? ഫസ്റ്റ് പോയിന്റ്, ഓഡിറ്റർ does not test all the transactions. See, do you really think, നിങ്ങൾ ശരിക്കും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു ഓഡിറ്റർ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ, ഞാനൊരു ബാങ്ക് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു, ബാങ്കിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു ബാങ്കിൽ ഒരു വർഷത്തിൽ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടാവും? ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അത്രയും ട്രാൻസാക്ഷൻസ് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഓഡിറ്റർ ചെന്ന് കഴിഞ്ഞാൽ ആ ബാങ്കിലുള്ള സകല ട്രാൻസാക്ഷൻസും ഓഡിറ്ററിന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. 100% ട്രാൻസാക്ഷൻ അവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നില്ല. പക്ഷേ എന്റെ അഭിപ്രായം, ഞാൻ 100% ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണോ ഞാൻ ചെക്ക് ചെയ്തതിനെ പറ്റി മാത്രമാണോ ഞാൻ പറയുന്നത്? എന്റെ അഭിപ്രായം, ഐ ഹാവ് ടു എക്സ്പ്രസ് മൈ ഒപ്പീനിയൻ, റൈറ്റ്? വെദർ ഐ ഹാവ് ടു എക്സ്പ്രസ് മൈ ഒപ്പീനിയൻ ഓൺ ദ എൻറ്റയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ ഓൺലി ദ ട്രാൻസാക്ഷൻ വിച്ച് ഐ ഹാവ് വെരിഫൈഡ്? I have to express my opinion on the entire transaction. So, auditor does not test all the transaction, but he has to form his opinion. He has to form his opinion based on the samples. അതായത് ടോട്ടൽ ട്രാൻസാക്ഷൻ നിന്നും സാമ്പിൾസ് ഡ്രോ ചെയ്യും. ഈ സാമ്പിൾസിന്റെ ബേസിലാണ് ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്? എൻറ്റയർ ട്രാൻസാക്ഷനെ പറ്റിയിട്ട് അഭിപ്രായം പറയുന്നത്. സോ അത് ഓഡിറ്ററിന്റെ ഒരു ലിമിറ്റേഷൻ അല്ലേ? ഓഡിറ്ററെ കൊണ്ട് എല്ലാ ട്രാൻസാക്ഷനും ചെക്ക് ചെയ്യാൻ പറ്റില്ല. സർ എന്തുകൊണ്ട് സർ എല്ലാ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റാത്തത്? മേ ബി ബിക്കോസ് ഓഫ് ടൈം കൺസ്ട്രെയിൻസ്. ടൈം ഉണ്ടാവില്ല, അത്രയും സമയം ഉണ്ടാവില്ല. ഇനി അത്രയും ഫുൾ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് പറയാൻ പറ്റുമോ? അബ്സല്യൂട്ട് അഷുറൻസ് കൊടുക്കാൻ പറ്റും? ഞാൻ 100% ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്തു. ഡു യു റിയലി തിങ്ക് ഐ ക്യാൻ പ്രൊവൈഡ് ആൻ അബ്സല്യൂട്ട് അഷുറൻസ്? ഞാൻ 100% ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്താൽ തന്നെ ഡു യു റിയലി തിങ്ക് ആസ് ആൻ ഓഡിറ്റർ ഐ ക്യാൻ പ്രൊവൈഡ് അബ്സല്യൂട്ട് അഷുറൻസ്? നോ. ബിക്കോസ് മാനേജ്മെന്റ് എനിക്ക് നൽകിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂ.
അവർ മനഃപൂർവ്വം എനിക്ക് ഫുൾ ട്രാൻസാക്ഷൻ തന്നിട്ടില്ലെങ്കിലും മാനേജ്മെന്റ് മേ നോട്ട് പ്രൊവൈഡ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ. സംടൈംസ് management may not provide complete informations. Sometimes management may not provide complete information. ചില സമയത്ത് മാനേജ്മെന്റ് ഫുൾ ഇൻഫോർമേഷൻ നമുക്ക് തരത്തില്ല. നമുക്ക് എന്ത് ഇൻഫോർമേഷൻ ആണ് തന്നിട്ടുള്ളത് അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആസ് എൻ ഓഡിറ്റർ can I force the management to provide complete information? No. So as an auditor we cannot force the management. നമുക്ക് മാനേജ്മെന്റ് ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഫുൾ ഇൻഫോർമേഷൻ താടാ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ആസ് എൻ ഓഡിറ്റർ വി cannot force the management to provide 100% information. സോ നമ്മളിവിടെ പറഞ്ഞതൊക്കെയാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? എന്താണ് ഒരു ഓഡിറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ലിമിറ്റേഷൻസ് എന്താണ്? ഒന്ന്, എനിക്ക് 100% ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ദോ ഐ വോണ്ട് ടു എക്സ്പ്രസ് മൈ ഒപ്പീനിയൻ ഓൺ ദ എൻറ്റയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഐ വോണ്ട് ബി ഏബിൾ ടു ടെസ്റ്റ് all the transaction. So I'm going to form my opinion based on the sample. Since I'm not testing all the transactions, how do you expect me to provide absolute assurance? If I'm not testing all the transactions, how do you expect an auditor to provide absolute assurance? Even if the auditor is testing all the transactions, do you think auditor can provide an absolute assurance? No. Why? Because management may not provide complete information. See, auditor can verify only those information which is provided by the management. What if the management has not provided all the information? We cannot force the management, right? Can we force the management, give me the full information? Can we force? No. So as an auditor, I can never ever provide an absolute assurance. I can never ever obtain an absolute assurance. Third point, C point. Sometimes management may contain dishonest and unscrupulous people. Unscrupulous means fraudulent people. Okay, sometimes this management, the person who are responsible for running the organization, they may contain dishonest, unscrupulous, bad boy people. So sometimes management at the dishonest side, they may commit fraud. Management sometimes fraud. They may commit fraud. As an auditor, I'm not an expert to detect the fraud. As an auditor, I'm not an expert to detect fraud. എടാ, ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയുടെ മാനേജ്മെന്റിൽ ഡിസ്ഓണസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഡു യു റിയലി തിങ്ക് ആസ് എൻ ഓഡിറ്റർ I'm an expert in detecting the fraud? I'm an auditor. നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പിലോ നിങ്ങളുടെ ഇന്റർമീഡിയറ്റ് സിലബസിലോ നിങ്ങളുടെ ഫൈനൽ സിലബസിലോ എങ്ങനെ ഫ്രോഡ് കണ്ടുപിടിക്കാം എന്ന ഫാക്കൽറ്റീസോ നിങ്ങളുടെ ഈ ICAR സിലബസിലോ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. So we are not an expert to detect fraud. Okay, no? Sometimes the management may provide. Sometimes what happens is management may provide fabricated documents. What may be fabricated documents? Other than a fake documents provided. Fake documents, the auditor is the evidence. Sometimes management illata expenses financial statements expense support fabricated documents auditor submit. എനിക്ക് തന്ന ഡോക്യുമെന്റ്സ് അത് ഫാബ്രിക്കേറ്റഡ് ആണോ അത് ഒറിജിനൽ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ആസ് എൻ ഓഡിറ്റർ എനിക്കില്ല. ഞാൻ പൊട്ടന. I don't know. As an auditor, we are not expert in authenticating the documents. We are not an expert in verifying whether a document is a fabricated one or not. So management may provide fabricated documents. As an auditor, we are not expert in verifying them. We are not expert in verifying them. So the auditor will end his audit accepting such fake document. Auditor will end up in accepting fake documents.
auditor will end up accepting such fake documents. See, management fabricated, manipulated documents തന്നാൽ അത് manipulated ആണോ, fabricated ആണോ, അത് original ആണോ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടോ? ഇല്ല. So as an auditor, we will accept it. We will accept it as a original true document. So the audit will end up in accepting fake document. That is one of my limitations. That is one of my limitations. The last limitation regarding the nature of audit procedure, അഞ്ചാമത്തെ point. Sometimes management will have transactions with their related party. With related party, management അവരുടെ related parties ചില ട്രാൻസാക്ഷൻ നടത്തും. എങ്ങനത്തെ ട്രാൻസാക്ഷൻ? പേപ്പർ ട്രാൻസാക്ഷൻ, ബുക്കിൽ മാത്രം കാണുന്ന ചില ട്രാൻസാക്ഷൻ. ശരിക്കും അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവില്ല. പേപ്പർ ട്രാൻസാക്ഷൻ എന്ന് പറയും. അതിൽ ബുക്സിനകത്ത് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനി അവിടെ റിലേറ്റഡ് പാർട്ടിക്കും എത്രയോ രൂപയുടെ സംഭവം ഗൂഡ്സ് സെയിൽസ് നടത്തിയിട്ടായിരുന്നു ഒരു ട്രാൻസാക്ഷൻ കാണുന്നത്. റിലേറ്റഡ് പാർട്ടിക്ക് ഒരു സെയിൽസ് നടത്തിയിട്ടുണ്ട്. റിലേറ്റഡ് പാർട്ടി അക്കൗണ്ട് ടു സെയിൽസ് അക്കൗണ്ട്, ഒരു ക്രെഡിറ്റ് സെയിലിന്റെ ട്രാൻസാക്ഷൻ ഞാൻ കാണാണ്. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാകും. പക്ഷെ ആക്ച്വലി അങ്ങനെ നടന്നിട്ടുണ്ടാവോ? നടന്നിട്ടുണ്ടാവില്ല. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ an auditor to identify the authenticity of the transaction with the related party. Sometimes അത് ചുമ്മാ ഒരു പേപ്പർ ട്രാൻസാക്ഷൻ മാത്രമായിരിക്കും. ഇതൊക്കെ ഒരു ഓഡിറ്ററുടെ ലിമിറ്റേഷൻസ് ആണ്, പരിമിതിയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഓഡിറ്റിന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരു ഓഡിറ്റിന് ഒരിക്കലും ഒരു അബ്സല്യൂട്ട് അഷുറൻസ് കൊടുക്കാൻ സാധിക്കാത്തത്. Are you guys able to understand? Are you guys able to understand? Nature of audit procedure. Nature of audit procedure എന്തൊക്കെയാണ് പറഞ്ഞ 5 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഓഡിറ്റർ does not test all the transaction. 100% ട്രാൻസാക്ഷൻ ടെസ്റ്റ് ചെയ്യാത്ത ഞാൻ എങ്ങനെയാണ് അബ്സല്യൂട്ട് അഷുറൻസ് കൊടുക്കാൻ പറ്റുന്നത്? ഇനി നീ 100% ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്താൽ തന്നെ നിനക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? നീ എന്താണ് ആക്ച്വലി ചെക്ക് ചെയ്തത്? യു ആർ ഓൺലി ചെക്കിംഗ് ദോസ് ട്രാൻസാക്ഷൻ which is provided by the management. Are you sure that management has provided complete information? No. Sometimes the management may not provide complete information. So as an auditor, we cannot force the management. As an auditor, we cannot force the management. Okay, Nora. Third point, management may contain dishonest and unscrupulous people. You have to use these kind of keywords. Unscrupulous people. They may commit fraud. As an auditor, I am not an expert in detecting the fraud. I am a pakka CA. I don't know how to detect fraud. Management may provide fabricated documents. Sometimes they may provide fabricated documents. We are not expert in verifying them. We are not an expert in verifying such documents. So auditor will end his audit accepting such fake documents. We think that these documents are original, so we will accept it. Actually, they are fabricated one. Sometimes management will have in the books that we can see some certain transactions with the related party. We believe those transactions are actual transactions, but they may be sometimes they will be paper transaction. Those transactions which is only seeing in the paper transaction, paper transactions. Are you guys able to understand? So these are the second point of inherent limitations. See, examine the nature of audit procedure എന്ന് പറഞ്ഞ 4 മാർക്കിന് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ആ സമയത്ത് ഈ 5 പോയിന്റ്സ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ you will be able to score. ഇത്രയും പോയിന്റ്സ് പറഞ്ഞു. ഇത് തന്നെയാണ് നിങ്ങളുടെ ബുക്കിനകത്ത് ഇത്രയും വലിയ പാരഗ്രാഫ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് നിങ്ങളുടെ ബുക്സിനകത്ത് ഇത്രയും പാരഗ്രാഫ്സ് ആയിട്ട് പറഞ്ഞത്. നമ്മളിപ്പോൾ ബുക്സിനകത്ത് എഴുതിയ പോലെ ഈ 5 പോയിന്റ്സ് ക്രിസ്പ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഷുവർ. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റ്സിന് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ, auditor does not test all the transaction. He forms his opinion only by testing sample. Point number 1. Management may not provide complete information as requested by the auditor. Auditor cannot force the management to provide complete information. Management may contain dishonest and unscrupulous people. They may involve fraud. They may produce fabricated document before the auditor. Auditor will believe that the audit evidence is valid. He will accept the audit. He believes that those documents are valid. Sometimes there's a chance that transaction with the related party, some transaction with the related party, but they will be only a paper transaction and may not have actually occurred. Okay, no? And auditor will not be aware of such related party relationship. Auditor will not be aware that that particular party is a related party or not. So these are the inherent limitations. These are the inherent limitations. Are you guys able to understand? Okay, Nora. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഓഡിറ്റിംഗിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇഫ് യു ആർ ചുമ്മാ ബൈഹാർട്ടിങ് ദിസ്, നിങ്ങൾ എന്തോരം ടോപ്പിക്സ് ബൈഹാർട്ട് ചെയ്യും? എത്ര ടോപ്പിക്സ് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും? ഓഡിറ്റ്, SM, പിന്നെന്താണുള്ളത്, FM-നകത്ത് കുറച്ച് തിയറീസ്, അക്കൗണ്ട്സിനകത്ത് തിയറീസ്, കോസ്റ്റിങ്ങിനകത്ത് ഇത്തിരി തിയറീസ്, ലോനകത്ത് തിയറീസ്, എത്ര ടോപ്പിക്സ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യും? സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്, then the next thing is you have to learn.
ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ ബൈ ഹാർട്ട് എടുക്കാൻ സിമ്പിൾ ആയിരിക്കും. സ്റ്റെപ്പ് 1 ബൈ ഹാർട്ട്, യു വിൽ ഫോർഗെറ്റ്, യു വിൽ ഇവൻച്വലി എൻഡ് അപ്പ് ഇൻ ഫോർഗെറ്റിംഗ് ദ തിങ്സ്. സോ സ്റ്റെപ്പ് 1 is always understand. സ്റ്റെപ്പ് 2 learn. ഓക്കെ, ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. Okay, so I hope the second point is clear to you. The third one, not in the nature of investigation. Audit is different from investigation. Audit is different from investigation. Audit is different, investigation is different. So we should not consider this third point. Where will we write the third point? Third point. Audit is not investigation. Audit is not investigation. As an auditor, I don't have any power. I don't have any power to search. എനിക്കൊരു സ്ഥാപനത്തിൽ ചെന്ന് സെർച്ച് നടത്താൻ പറ്റുമോ? ഇല്ല. അത് ഇൻവെസ്റ്റിഗേറ്ററിന് ആ പവർ ഉണ്ട്, എനിക്ക് ആ പവർ ഇല്ല. അതും എന്റെ ലിമിറ്റേഷൻ ആണ്. എനിക്ക് അത്തരത്തിലുള്ള പവറുകൾ ഇല്ല. സെക്കൻഡ് പോയിന്റ്, I don't have any power to record statement of witness on oath. എനിക്ക് ഓത്ത് റെക്കോർഡ്, അവരുടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ, ഓത്ത്, വിറ്റ്നസ് ഓഫ് ഓത്ത്, അതൊന്നും റെക്കോർഡ് ചെയ്യാനുള്ള പവർ ഇതൊക്കെ ആർക്കുണ്ട്? ഇൻവെസ്റ്റിഗേറ്ററിനുണ്ട്. ആസ് എൻ ഓഡിറ്റർ ഐ ഡോണ്ട് ഹാവ് ഓൾ ദീസ് കൈൻഡ് ഓഫ് പവർ. അതും എന്റെ ലിമിറ്റേഷൻ ആണ്. എനിക്ക് ചെന്നിട്ട് പറയാൻ പറ്റുമോ ബിസിനസ് എടുത്ത് എനിക്ക് സെർച്ച് ചെയ്യണം, പറയാൻ പറ്റുമോ? ഈ സിനിമയിലൊക്കെ കാണാറില്ലേ, വിജയൊക്കെ ചില സിനിമയിലൊക്കെ ഇങ്ങനെ കയറിയിട്ട് ഇൻകം ടാക്സ് ഓഫീസർ, നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യണം എന്നൊക്കെ പറയാൻ പറ്റും? നമുക്ക് പറ്റത്തില്ല. മനസ്സിലാവുന്നതോടാ? സോ ദാറ്റ് ഇസ് നോ പവർ ടു സെർച്ച്, ദാറ്റ് ഇസ് നോ പവർ ടു റെക്കോർഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് വിറ്റ്നസ് ഓൺ ഓത്ത്. ഈ രണ്ട് പവറും നമുക്ക് ഇല്ല. ഇതും എന്റെ ലിമിറ്റേഷൻ ആണ്. നാലാമത്തെ പോയിന്റ് 3 കാര്യങ്ങൾ പറഞ്ഞു. നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ, നോട്ട് ആൻ ഇൻവെസ്റ്റിഗേഷൻ. നാലാമത്തെ പോയിന്റ് ടൈംലിനെസ്. എന്താണ് നോക്കാം? നാലാമത്തെ പോയിന്റ് ടൈംലിനെസ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിക്രീസ് ഇൻ റെലവൻസ് ഓഫ് ഇൻഫോർമേഷൻ ഓവർ ടൈം. എന്താണ് സർ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓഡിറ്റ് എന്നാൽ ഒരു പോസ്റ്റ് മോർട്ടം ആക്ടിവിറ്റി എന്നാണ് പൊതുവെ പറയുക. കാരണം നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് റെലവന്റ് ഇപ്പത്തെ ഡാറ്റയാണ്, അല്ല ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻ ആണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. പഴയ ഡാറ്റയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. ശരിയല്ലടാ? നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഡാറ്റ ഓൾറെഡി ആ ട്രാൻസാക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായതല്ലേ. സോ ഓഡിറ്റ് ഇസ് എ പോസ്റ്റ് മോർട്ടം ആക്ടിവിറ്റി. ആള് മരിച്ചു, ഇനി മരിച്ചതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സെയിം ഡേ ഓഡിറ്റ് ആ ട്രാൻസാക്ഷൻ ഒക്കെ അവിടെ നടന്നു, അത് ശരിയാണോ എന്ന് ഇപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ഇറ്റ്സ് എ വെരിഫിക്കേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. പഴയ ഡാറ്റയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദ റെലവൻസ് ഓഫ് ഇൻഫോർമേഷൻ ഡിക്രീസസ് ഓവർ ടൈം. ഈ ഇൻഫോർമേഷൻ ഇമ്പോർട്ടൻസ് കാലം കൂടുന്നതും അതിന്റെ പ്രസക്തി കുറഞ്ഞു വരും. ഓക്കെ ആണോ? അതിന്റെ പ്രസക്തി കുറഞ്ഞു വരും. സോ ആൻ ഓഡിറ്റർ cannot verify each and every matter. See, there should be a balance has to be struck between the reliability of information, cost of obtaining it. ഈ പഴയ ഇൻഫോർമേഷൻ എടുക്കാൻ വേണ്ടി ഒരുപാട് ടൈമും ഒരുപാട് കോസ്റ്റും ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ചില സമയത്ത് ആ ടോപ്പിക് ചെക്ക് ചെയ്യത്തില്ല, അവർ വിഷയം ചെക്ക് ചെയ്യത്തില്ല. സി ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓഡിറ്ററിന് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം കൺസ്ട്രെയിൻസും ഉണ്ട്. നമുക്ക് കിട്ടുന്ന ഫീസ്, നമുക്ക് കിട്ടുന്ന സമയം, ആ ഒരു സമയത്തിന്റെ ഇടയിൽ വെച്ച് വേണം ഞാൻ എന്റെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരൊറ്റ കമ്പനിയുടെ ഓഡിറ്റ് ആണ് ഉണ്ടാവുക, അതിൽ ഒരുപാട് കമ്പനീസിന്റെ ഓഡിറ്റ് ഉണ്ടാവും. സോ എനിക്ക് കിട്ടുന്ന ഒരു സമയമുണ്ട്, ആ സമയത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ ഞാൻ ചെക്ക് ചെയ്യണമെന്നാ പറയുന്നത്. അതും പഴയ ട്രാൻസാക്ഷൻ. ഈ പഴയ ഇൻഫോർമേഷന്റെ റെലവൻസ് ഒക്കെ വിൽ ഡിക്രീസ് ഓവർ ദ ടൈം. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടുന്ന ഈ ടൈം കൺസ്ട്രെയിൻസിനുള്ളിൽ, എനിക്ക് കിട്ടുന്ന ഈ ഫീസ്, തുച്ഛമായ ഫീസിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മൾ പൊതുവെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റ്, ഇതെന്റെ ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റ് ആണ്. ഈ വർഷം ഞാൻ ആ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസ് വെരിഫൈ ചെയ്തു. ഐ കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ഇന്റേണൽ കൺട്രോൾസ് ആർ സ്ട്രോങ്. കൺട്രോൾസ് ഒക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ് ആ കമ്പനിയുടെ. സെക്കൻഡ് ഇയർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചില സമയത്ത് ഈ ഇന്റേണൽ കൺട്രോൾസ് വീണ്ടും വെരിഫൈ ചെയ്തില്ല. കഴിഞ്ഞ വർഷം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ. കാരണം എല്ലാം ചെക്ക് ചെയ്യാനുള്ള സമയമില്ല എന്റെ കയ്യിൽ. എല്ലാ വർഷവും എല്ലാം ചെക്ക് ചെയ്യാനുള്ള സമയമില്ല എന്റെ കയ്യിൽ. സോ അതുകൊണ്ട് സെക്കൻഡ് ഇയർ വരുന്ന സമയത്ത് ഐ വിൽ റിലൈ ഓൺ ദ ഇൻഫോർമേഷൻ, ഐ വിൽ റിലൈ ഓൺ ദ ഫസ്റ്റ് ഇയർ ഓഡിറ്റ്. ഫസ്റ്റ് ഇയർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൺട്രോൾസ് വെരിഫൈ ചെയ്തല്ലോ. ആ സമയത്തുള്ള എന്റെ കൺക്ലൂഷൻ എന്താണോ അതിന്റെ മുകളിൽ ഞാൻ റിലൈ ചെയ്യും. കാരണം എന്താണ്? കാരണം എല്ലാ വർഷവും എല്ലാ ടോപ്പിക്സും ചെക്ക് ചെയ്യാനുള്ള സമയം എന്റെ കയ്യിലില്ല.
ഓക്കെ ആണോ? പക്ഷേ ഡു യു റിയലി തിങ്ക് ഫസ്റ്റ് വർഷം കൺട്രോൾസ് സ്ട്രോങ് ആയതുകൊണ്ട് സെക്കൻഡ് ഇയർ കൺട്രോൾ സ്ട്രോങ് ആകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. കൺട്രോൾസ് ചിലപ്പോൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ മാറിയിട്ടുണ്ടാവും, കൺട്രോൾസ് ചിലപ്പോൾ വീക്ക് ആയിട്ടുണ്ടാവും. ബട്ട് ഓഡിറ്റർ സ്റ്റിൽ റിലൈസ് ഓൺ ദ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. കഴിഞ്ഞ വർഷം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കൺട്രോൾ സ്ട്രോങ് ആയിരുന്നല്ലോ, സോ ഈ വർഷം സ്ട്രോങ് ആണ് എന്നൊരു അസംഷന്റെ പുറത്താണ് ഓഡിറ്റർ ചില സമയത്ത് ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് ഓഡിറ്റിന്റെ ഒരു പരിമിതി അല്ലെങ്കിൽ ഓഡിറ്റിന്റെ സമയമില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നം വന്നത്? ഓഡിറ്റിന് സമയമില്ലാത്തത് കൊണ്ടല്ലേ ഈ ഒരു പ്രശ്നം വന്നത്? സോ അതാണ് ഇവിടെ നോക്കണേ. Consider, for example, auditor who is conducting an audit of company since last 2 years. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യുന്നു. During these 2 years, he has sought detailed information from the management regarding various matters. During his third year stint, he chooses to rely on some information obtained as a part of audit procedures of the second year. കഴിഞ്ഞ 2 വർഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓഡിറ്റ് ചെയ്തു. ആ സമയത്ത് എനിക്ക് കിട്ടിയ ചില ഡാറ്റാസ് ഉണ്ട്, അതിന്റെ ബേസിലാണ് ഈ വർഷം ഞാൻ ഓഡിറ്റ് ചെയ്തത്. കഴിഞ്ഞ 2 വർഷത്തിൽ ഞാൻ ചെയ്ത ഓഡിറ്റിന്റെ ബേസിലാണ് ഈ വർഷത്തെ ഓഡിറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ ഈ വർഷം ഓഡിറ്റ് ചെയ്യുന്നത്. Okay, no? However, that is a possibility that something new has happened, the information which is not relevant. അല്ലെ, ചില സമയത്ത് ഈ വർഷം കൺട്രോൾസ് വീക്ക് ആവാം, കഴിഞ്ഞ വർഷം കൺട്രോൾസ് സ്ട്രോങ് ആയതുകൊണ്ട് കഴിഞ്ഞ വർഷം കൺട്രോൾസ് സ്ട്രോങ് ആയിരുന്നു, ആ ഡാറ്റയാണ് ഞാൻ ഈ വർഷം റിലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചില സമയത്ത് ഈ വർഷം കൺട്രോൾ വീക്ക് ആവാം, ആയിക്കൂടെ ആവാം. പക്ഷെ ഈ വർഷം എനിക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റൂ ഇല്ല, എനിക്ക് എന്തുണ്ട്? ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. സോ ഇവിടെ എന്താണ് പറയുന്നത്? ഓഡിറ്ററിന് ടൈം കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് ഓഡിറ്റർ എല്ലാ വിഷയവും എല്ലാ വർഷവും ചെക്ക് ചെയ്യത്തില്ല. ചില സമയത്ത് ഓഡിറ്റർ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിൽ ചെക്ക് ചെയ്ത ഡാറ്റയുടെ മുകളിൽ ഓഡിറ്റർ റിലൈ ചെയ്യും. അത് ഓഡിറ്ററിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. നാലാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത്? ഒന്നുകൂടി പറയാം. സി, സംടൈംസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ an auditor to check each and every item every year. So auditor sometimes relies on certain information which he has gathered over the previous year audit. Okay, sometimes he relies on certain information that he has gathered in the previous year audit. Okay, so previous year audit ആണ്. So sometimes the information may change this year. Information മാറിയിട്ടുണ്ടാവാം. കഴിഞ്ഞ വർഷം സ്ട്രോങ് ആയിരുന്നു ഇന്റർ കൺട്രോൾ, ഈ വർഷം സ്ട്രോങ് ആകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ എന്താ ബിലീവ് ചെയ്തത്? സ്ട്രോങ് ആണ്. ഞാൻ എന്തുകൊണ്ട് ഈ വർഷം ചെക്ക് ചെയ്യാത്തത്? സമയത്തിന്റെ പ്രശ്നമുണ്ട്. എല്ലാ വർഷവും എല്ലാം ചെക്ക് ചെയ്യാനുള്ള സമയമോ കാര്യമോ ഓഡിറ്ററിന് ഉണ്ടാവത്തില്ല. ഇതും ഓഡിറ്ററിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ലാസ്റ്റ് ടോപ്പിക്, ഫ്യൂച്ചർ ഇവന്റ്സ്. എന്താണ് ഫ്യൂച്ചർ ഇവന്റ്സ്? ഞാൻ ഒരു സ്ഥാപനം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ ഫ്യൂച്ചർ സേഫ് ആണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന വല്ല ഗ്യാരണ്ടിയോ എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത് ജസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ? ഫ്യൂച്ചറിനെ പറ്റി ആ കമ്പനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഫ്യൂച്ചർ സേഫ് ആണ് എന്നതിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. സോ ഒരിക്കലും എനിക്കൊരു കമ്പനിയുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാൻ പറ്റില്ല. അതെന്റെ ലിമിറ്റേഷൻ ആണ്. സേ ഫോർ എക്സാമ്പിൾ, ഒരു ABC എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓഡിറ്റ് ചെയ്തു. ഐ കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ആൻഡ് ഫെയർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം കമ്പനി അടുത്ത വർഷം നല്ല പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നാണോ? നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണോടാ? ആണോ? ഞാനൊരു കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്തിട്ട് പറയാണ് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ ശരിയാണ്, അതിലൊരു തെറ്റുമില്ല എന്ന് ഞാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ കമ്പനി ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ആ കമ്പനി അടുത്ത വർഷം പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നാണോ? അല്ല. ഒരിക്കലും ഒരു ഓഡിറ്റർ cannot provide a guarantee the future safe ആണ് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സേ ഫോർ എക്സാമ്പിൾ, ബൈജൂസ് എന്ന കമ്പനി, ആ കമ്പനിയെ കുറിച്ച് മേ ബി ചില സമയത്ത് അതിന്റെ ഓഡിറ്റേഴ്സ് ഫണ്ട് വളരെ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ ബൈജൂസിന്റെ അവസ്ഥ അവർക്ക് അന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ഫ്യൂച്ചർ ഈവന്റ്സ് മേ അഫക്ട് ദ എന്റിറ്റി അഡ്വേഴ്സ്ലി. ഓക്കെ ആണോ? സോ ദ ബിസിനസ് മേ ഈവൻ സീസ് ടു എക്സിസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഇതൊരു ബിസിനസ്സേ ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതിനെ പറ്റിയൊന്നും ഒരിക്കലും ഒരു ഓഡിറ്റിനകത്ത് പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് നാളെ ബിസിനസ്സേ പൂട്ടിപ്പോവാം, അതിനെക്കുറിച്ച് ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ സംസാരിക്കുന്നത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നൽകിയിട്ടുള്ള ഡാറ്റ ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമാണ്. ഫ്യൂച്ചറിനെ പറ്റി ഞാൻ മിണ്ടത്തില്ല, അതെനിക്ക് മിണ്ടാനും പറ്റത്തില്ല. ഇതെന്റെ ലിമിറ്റേഷൻസ് ആണ്. ഇതൊക്കെയാണ് ഓഡിറ്ററിന്റെ ഇൻഹറന്റ് ലിമിറ്റേഷൻസ്. These are the 5 inherent limitations of an auditor. എന്തൊക്കെയാണ് 5 inherent limitations of an auditor? First one, nature of financial reporting. അവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരുപാട് ജഡ്ജ്മെന്റ്സ് എത്തും. ഈ ജഡ്ജ്മെന്റ് സബ്ജക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. മാനേജ്മെന്റ് പറയുന്നതും ശരിയാണ്, ഓഡിറ്റർ പറയുന്നതും ശരിയാണ്. ഇതിൽ ആരാണ് പറഞ്ഞത് ശരി നമുക്ക് പറയാൻ പറ്റത്തില്ല, അവിടെ ഒരു അൺസർട്ടിനിറ്റി ഉണ്ട്.
പിന്നെ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മിസ്റ്റേക്സ് വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്താൽ പോലും അതിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. സെക്കൻഡ് വൺ എന്താണ് പറഞ്ഞത്, നമ്മൾ നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. ഓഡിറ്റർ 100% ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യുന്നില്ല, ഒന്ന്. ഓക്കെ, ഇനി ചെക്ക് ചെയ്താൽ പോലും മാനേജ്മെന്റ് മേ നോട്ട് പ്രൊവൈഡ് 100% കംപ്ലീറ്റ് ഇൻഫർമേഷൻ. പിന്നെ മാനേജ്മെന്റിനകത്ത് തന്നെ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഫ്രോഡ്, ഞാൻ അതൊന്നും കണ്ടുപിടിക്കാൻ എക്സ്പെർട്ട് അല്ല. മാനേജ്മെന്റ് ഫേക്ക് ഡോക്യുമെന്റ്സ് തന്നാൽ അത് കണ്ടുപിടിക്കാൻ പോലും എനിക്ക് അറിയത്തില്ല. അഞ്ചാമത് പറഞ്ഞത് റിലേറ്റഡ് പാർട്ടിയുമായിട്ട് ട്രാൻസാക്ഷൻ ചില സമയത്ത് അവർ നടത്തും. അത് ചില സമയത്ത് പേപ്പർ ട്രാൻസാക്ഷൻ മാത്രമായിരിക്കാം, അതും കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതും എന്റെ ലിമിറ്റേഷൻസ് ആണ്. പിന്നെ ഓഡിറ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഇൻവെസ്റ്റിഗേഷനുള്ളതുപോലെ ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനോ ഉള്ള അധികാരം ഒരു ഓഡിറ്ററിനില്ല. പിന്നെ ടൈംലിനെസ്, അതായത് ഓഡിറ്റർ ചില സമയത്ത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഫോർമേഷൻ പഴയ ഓഡിറ്റിൽ നിന്നും കിട്ടിയതായിരിക്കും. കാരണം എല്ലാ വർഷവും എല്ലാം ചെക്ക് ചെയ്യാനുള്ള സാഹചര്യമോ സമയമോ ഓഡിറ്ററിന് ഉണ്ടാവില്ല. എല്ലാ ഫ്യൂച്ചർ ഇവന്റ്സിനെ കുറിച്ച് ഒരിക്കലും ഒരു ഓഡിറ്ററിന് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഇത്രയുമാണ് ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ആർ യു ഗൈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ്സ്? Are you guys able to understand this point? Okay ആണോടാ? ഫൈൻ ആണോ? യെസ് സർ. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോടാ? ഫൈൻ ആണോ? മനസ്സിലാക്കിയിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. എന്തെങ്കിലും ഒരു ടോപ്പിക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ വീഡിയോ പോസ് ചെയ്യുക, എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. എന്താണോ നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് മെസ്സേജ് അയക്കാം. ഓക്കെ ആണോടാ? യെസ്. ഒരു ഡൗട്ട് വെച്ചിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല. ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കുക, എന്നിട്ട് ഫാക്കൽറ്റി എപ്പോഴാണോ അവൈലബിൾ ആ സമയത്ത് എല്ലാ ഡൗട്ട്സും കൂടി ഒരുമിച്ച് ചോദിക്കാം. ഓക്കെ ആണോടാ? യെസ്. സോ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്, ദ വെരി നെക്സ്റ്റ് ടോപ്പിക്. സോ വി ആർ ഡൺ വിത്ത് ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ആണ് നമ്മളിവിടെ പഠിച്ചത്. എല്ലാ ടോപ്പിക്സ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ടോപ്പിക് വി ആർ ഗോയിങ് ടു ലേൺ. വി ആർ ഡൺ വിത്ത്, ഇനി ആകെ 2 ടോപ്പിക് ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോനകത്ത്. 2 ടോപ്പിക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് സ്കോപ്പ് ആണ്, അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ക്വാളിറ്റീസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. സോ നമുക്ക് ആദ്യം ക്വാളിറ്റീസ് എടുക്കാം, അതിനുശേഷം സ്കോപ്പും കൂടി കംപ്ലീറ്റ് ചെയ്യാം. സോ ക്വാളിറ്റീസ് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ടോപ്പിക്കാണ്. സോ നമുക്ക് ആദ്യം ക്വാളിറ്റീസ് എന്ന് തീർത്ത് കളയാം. സോ എന്തൊക്കെയാണ് ഒരു ഓഡിറ്ററിന് വേണ്ട ക്വാളിറ്റീസ്? ഓക്കെ, എന്തൊക്കെയാണ് ഒരു ഓഡിറ്ററിന് വേണ്ട ക്വാളിറ്റീസ്? അത് എവിടെയാണുള്ളത്? സർ ബുക്കിനകത്തുള്ളത്. നമ്മൾ ബുക്കിനകത്ത് ചാപ്റ്റർ 1 അവിടുന്ന് ആയിരിക്കും പഠിക്കുന്നുണ്ടാവും, പക്ഷേ എൻറ്റയർ ചാപ്റ്റർ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ചെറിയ ടോപ്പിക്കാണ്, ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്ററിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒരു ഓഡിറ്ററിന് ആദ്യം വേണ്ടത് കുറച്ച് പേഴ്സണൽ ക്വാളിറ്റീസ് ആണ്. എന്തൊക്കെയാണ് പേഴ്സണൽ ക്വാളിറ്റീസ്? നിങ്ങൾക്ക് ഇല്ലാത്ത കുറച്ച് ക്വാളിറ്റീസിന്റെ പേരുകൾ പറഞ്ഞാൽ ആൻസർ ആയി. ടാക്ട്, കോഷൻ, ഗുഡ് ടെമ്പർ, പേഷ്യൻസ്. പേഷ്യന്റ് ആയിരിക്കണം അയാള്. പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അസുഖമല്ല, പേഷ്യൻസ് ക്ഷമ. ഓക്കെ, പിന്നെ എന്നുള്ളത് ഇന്റഗ്രിറ്റി, ഫേംനെസ്. ഓക്കെ ആണോ സർ? ഒരു ഓഡിറ്ററിന് കുറച്ച് പേഴ്സണൽ ക്വാളിറ്റീസ് ഉണ്ടാവും. എന്തൊക്കെയാണ് പേഴ്സണൽ ക്വാളിറ്റീസ്? ഒന്ന് ടാക്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നയം പുള്ളി കൃത്യമായിട്ടും വ്യക്തമാക്കണം. കോഷൻ എന്ന് പറഞ്ഞാൽ കെയർഫുൾ ആയിരിക്കും. പുള്ളി വളരെ കെയർലെസ് ആയിട്ടൊന്നും ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. വളരെ കെയർഫുൾ ആയിട്ട് ഓഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഗുഡ് ടെമ്പർ എന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തി ആകാൻ പാടില്ല. ഓക്കെ ആണോ? നോട്ട് ഈസിലി ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്. കാരണം ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കും. ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു പെട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു റൂമിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കല്ല. ഒരുപാട് ആളുകളായിട്ട് നമ്മൾ സംസാരിക്കേണ്ടതായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. സോ ഗുഡ് ടെമ്പർ വേണം. നമുക്ക് നല്ല പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവാതെ പല ആളുകളെയും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. പേഷ്യൻസ് ഉണ്ടാവണം. ഇന്റഗ്രിറ്റി ഓണസ്റ്റ്, സത്യസന്ധനായിരിക്കണം. ഓക്കെ, ഒരു ഓഡിറ്റർ എപ്പോഴും സത്യസന്ധനായിരിക്കണം. പിന്നെ ഫേംനെസ് എന്ന് പറയുന്നത് ദൃഢത. എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, ദൃഢത. അയാൾ പറയുന്ന കാര്യത്തിലേക്ക് അയാൾ വാക്ക് മാറ്റി പറയാൻ പറ്റില്ല. ഫേംനെസ്. ഓക്കെ ആണോ? സോ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞു? പിന്നെ ക്ലിയർ ഹെഡഡ്നെസ് എന്ന് പറയുന്നതാണ് സെയിം തിങ്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട്, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ എന്തൊക്കെയാണ് കുറച്ച് പേഴ്സണൽ ക്വാളിറ്റി? നമുക്ക് ബുക്കിനകത്ത് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ കാണാം. നോക്കാം. പേഴ്സണൽ ക്വാളിറ്റീസ്: ടാക്ട്, caution, firmness, good temper, reliable, clear-headedness, patience, industry judgment, discretion, integrity. So, കുറച്ച് personal qualities. ഇതാണ് first quality of an auditor. Second quality is trust. അയാൾ ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിരിക്കണം. He must hold a position of trust. ഓഡിറ്റർ ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയായിരുന്നു. ഹി മസ്റ്റ് ഹോൾഡ് പൊസിഷൻ ഓഫ് ട്രസ്റ്റ്. എവിടെ പോയി? ഓഡിറ്റർ ഹു ഹോൾഡ്സ് എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ്. ഓക്കെ ആണോ? ഹി മസ്റ്റ് ഹോൾഡ് എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ്.
പിന്നെ ഈ ഓഡിറ്റർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ അക്കൗണ്ട്സിൽ പുലിയായിരിക്കണം. ഹി ഷുഡ് ഹാവ് എക്സോസ്റ്റീവ് നോളജ് ഓഫ് അക്കൗണ്ട്. ഹി ഷുഡ് ഹാവ് തെറോ നോളജ് ഓഫ് ഓൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. അക്കൗണ്ടിംഗ് ടെക്നിക്സിനെ പറ്റി, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ പറ്റി, അക്കൗണ്ട്സിനെ പറ്റി, അക്കൗണ്ടിംഗ് പോളിസീസിനെ പറ്റി ഒക്കെ നല്ല തെറോ നോളജ് ഉണ്ടാവണം, എക്സോസ്റ്റീവ് നോളജ് ഉണ്ടാവണം. സോ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഹി ഷുഡ് ഹാവ് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ഇന്റഗ്രിറ്റി ബാക്ക് ബൈ അഡിക്വേറ്റ് ഇൻഡിപെൻഡൻസ്. അയാൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അയാൾ ഇന്റഗ്രിറ്റി ഉള്ളവനായിരിക്കണം, സത്യസന്ധനായിരിക്കണം. ഹി ഷുഡ് ബി അഡിക്വേറ്റ്ലി ഇൻഡിപെൻഡന്റ്. ഓക്കെ ആണോ? സോ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് വൺ പേഴ്സണൽ ക്വാളിറ്റീസ്. കുറച്ച് പേഴ്സണൽ ക്വാളിറ്റി: പേഷ്യൻസ്, ക്ലിയർ ഹെഡഡ്നെസ്, ഗുഡ് ടെമ്പർ, പിന്നെന്താണ് കോഷൻ, ഫേംനെസ്, ടാക്ട്, കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഹി മസ്റ്റ് ഹോൾഡ് എ പേഴ്സണൽ ടച്ച്, വിശ്വസിക്കാൻ കൊള്ളുന്നതായിരിക്കും. അക്കൗണ്ട്സിൽ പുലിയായിരിക്കണം. പിന്നെ സത്യസന്ധനായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. സത്യസന്ധനായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അല്ല, ഒറ്റൊരു പോയിന്റ് കൂടിയിട്ട്, ഹി മസ്റ്റ് ഹാവ് ദ ഷൈൻ ഓഫ് കൾച്ചർ ഓഫ് അറ്റൈനിങ് ഗ്രേറ്റർ ഹൈറ്റ്സ്. ഹി മസ്റ്റ് ഹാവ് എ ഷൈൻ ഓഫ് കൾച്ചർ ഓഫ് അറ്റൈനിങ് ഗ്രേറ്റർ ഹൈറ്റ്സ്. ഉയരങ്ങളിൽ എത്താനുള്ള ത്വരയുണ്ടാവും, ഉയരങ്ങളിൽ എത്താനുള്ള ത്വരയുണ്ടാവും. ഹി മസ്റ്റ് ഹാവ് ദ ഷൈൻ ഓഫ് കൾച്ചർ, ഗുഡ് കൾച്ചർ ഉള്ള ഒരു വ്യക്തി ഉണ്ടാവും. ഹി മസ്റ്റ് ഹാവ് ദ ഷൈൻ ഓഫ് കൾച്ചർ ഫോർ അറ്റൈനിങ് ഗ്രേറ്റ് ഹൈറ്റ്സ്. ഓക്കെ, സോ ഈ പറഞ്ഞൊരു 5 പോയിന്റ്സ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഈ ഒരു ചോദ്യം അങ്ങനെ കൂടുതലും ചോദിക്കാറുള്ളതല്ല, വളരെ പണ്ടൊക്കെയാണ് ചോദിച്ചത് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. പക്ഷെ ചോദിക്കാം ചില സമയത്ത്. ICAI എക്സാം സിമ്പിൾ ആക്കണം എന്ന് വിചാരിച്ചാൽ അവർ ഇതുപോലെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയോ ഇതൊക്കെ ചോദിക്കുമോ എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് പോലും ചില സമയത്ത് ചോദിക്കാം. സോ എന്തൊക്കെയാണ് ഒരു ഓഡിറ്ററിന്റെ ക്വാളിറ്റി? ഇത്രയുമാണ് ഒരു ഓഡിറ്ററിന്റെ ക്വാളിറ്റി. കുറച്ച് പേഴ്സണൽ ക്വാളിറ്റീസ്, സബ്ജക്ട് നോളജ്, ഏത് സബ്ജക്റ്റിനെ പറ്റിയാണ്? അക്കൗണ്ട്സിനെ പറ്റി നല്ല നോളജ് ഉണ്ടാവണം. പിന്നെന്താണ്? വിശ്വസിക്കാൻ കൊള്ളുന്നവനായിരിക്കണം. ഉയരങ്ങളിൽ എത്താനുള്ള ഒരു ഗുഡ് കൾച്ചർ ഉണ്ടാവണം. പിന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഈ പറഞ്ഞ ഒരു 5-6 പോയിന്റ്സ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, അതാണ് സ്കോപ്പ്. ഒരു ഓഡിറ്ററിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ്? സ്കോപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. സ്കോപ്പിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? സ്കോപ്പ് എന്നാൽ എന്താണ് സർ? സ്കോപ്പ് എന്ന് വെച്ചാൽ ഒരു ഓഡിറ്ററിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഓഡിറ്റർ ചെയ്യേണ്ടത്, അതിനെ പറ്റിയാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്. സോ ഒരു സ്കോപ്പിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? ഓക്കെ ആണോ? ഷാൽ വി സീ. So, ഒരു ഓഡിറ്ററിന്റെ സ്കോപ്പ്, what are the things which are that is included in the scope and what are the things which are excluded from the scope? ഒരു ഓഡിറ്ററിന്റെ സ്കോപ്പിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? ലെറ്റ്സ് ഡിസ്കസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. Following points are to be included in the scope of audit. So let's discuss topics that are included in the scope of the audit. First one, coverage of all aspects of entity. Audit of financial statement should be organized adequately to cover all aspects of entity relevant to the FS. Relevant to the FS. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് റെലവെന്റ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ആസ് എൻ ഓഡിറ്റർ ഞാൻ ചെക്ക് ചെയ്തിരിക്കണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട റെലവെന്റ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഞാൻ ചെക്ക് ചെയ്തിരിക്കണം. അതായത് ഒരു കമ്പനിയിലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കമ്പനിയിലെ തുടക്കുന്ന ചേച്ചി കൃത്യമായിട്ടും തുടക്കുന്നുണ്ടോ? ചായ അടിക്കുന്ന ചേച്ചി, അതായത് ഒരു ഹൗസ് കീപ്പർ ഉണ്ടാവുമല്ലോ, ചായ അടിക്കുന്ന ചേച്ചി എല്ലാ ദിവസവും ചായ കൊടുക്കുന്നുണ്ടോ? അതൊക്കെ ഞാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ഞാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കസ്റ്റമർ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ടും കസ്റ്റമേഴ്സിനെ വിളിച്ച് ഫീഡ്ബാക്ക് വാങ്ങുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി റെലവെന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി റെലവെന്റ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി റെലവെന്റ് ആയിട്ടുള്ള എൻറ്റിറ്റിയുടെ എല്ലാ വിഷയങ്ങളും ഞാൻ എന്റെ ഓഡിറ്റിനകത്ത് കവർ ചെയ്തിരിക്കണം. ഞാൻ എന്റെ ഓഡിറ്റിനകത്ത് കവർ ചെയ്തിരിക്കണം. ആസ് എൻ ഓഡിറ്റർ ഐ ഹാവ് ടു കവർ ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ദ എൻറ്റിറ്റി. ഐ ഹാവ് ടു കവർ ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ദ എൻറ്റിറ്റി. സോ യു ഹാവ് ടു കവർ all the aspects. Yes, I have to cover all the aspects, but those aspects should be relevant to the financial statement. Financial statement ആയിട്ട് relevant ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും ആസ് എൻ ഓഡിറ്റർ ഞാൻ വെരിഫൈ ചെയ്യണം. Are you guys able to understand first point? അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എനിക്ക് ആസ് എൻ ഓഡിറ്റർ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്.
അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഐ ഹാവ് ടു കവർ ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ദ എൻറ്റിറ്റി വിച്ച് ഇസ് റെലവെന്റ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് റെലവെന്റ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും ആസ് എൻ ഓഡിറ്റർ ഞാൻ വെരിഫൈ ചെയ്തിരിക്കണം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് വരുന്ന സമയത്ത് റിലയബിലിറ്റി ആൻഡ് സഫീഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. റിലയബിലിറ്റി ആൻഡ് സഫീഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. Auditor should be reasonably be satisfied that information contained in the accounting records and other source data is reliable. ഞാൻ സെക്കൻഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നല്ല ചോദിച്ചത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ കാണിച്ചിട്ടുള്ള ഡാറ്റാസ്, ആ ഡാറ്റാസ് റിലയബിൾ ആണെന്നും അത് സഫീഷ്യന്റ് ആണെന്നും ഞാൻ വെരിഫൈ ചെയ്യണം. സെക്കൻഡ്, ഞാൻ എന്റെ സ്കോപ്പിനകത്ത് വരുന്ന സെക്കൻഡ് കാര്യം എന്താണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ വിഷയം എന്താണ്, ഞാൻ രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്, നമ്മുടെ എൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിംഗ് റെക്കോർഡ്സിനകത്തുള്ള ഡാറ്റാസ്, ആ ഡാറ്റാസ് റിലയബിൾ ആണെന്നും അത് സഫീഷ്യന്റ് ആണെന്നും ഞാൻ വെരിഫൈ ചെയ്യണം. ഓക്കെ ആണോടാ? സെക്കൻഡ് വിഷയം മനസ്സിലായോ? റിലയബിലിറ്റി ആൻഡ് സഫീഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എവിടെന്നാ പ്രിപ്പയർ ചെയ്യുന്നത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്നുള്ള ഡാറ്റയിൽ നിന്നാണ്. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുള്ള ഡാറ്റ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ സഫീഷ്യന്റ് ആണെന്നും ആ ഡാറ്റാസ് റിലയബിൾ ആണെന്നും ഞാൻ വെരിഫൈ ചെയ്യണം. ഒന്നുകൂടി പറയണം, എടാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്നുള്ള ഡാറ്റയിൽ നിന്ന്. സോ ഈ അക്കൗണ്ടിംഗ് റെക്കോർഡ്സിലുള്ള ഡാറ്റാസ് അത് റിലയബിൾ ആണെന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ സഫീഷ്യന്റ് ആണെന്നും ഞാൻ ചെക്ക് ചെയ്യണം. പിന്നെ എന്താണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്? ഐ ഹാവ് ടു സ്റ്റഡി ആൻഡ് അസസ് ദ അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ കൺട്രോൾസ്. ആ സ്ഥാപനത്തിലെ അക്കൗണ്ടിംഗ് സിസ്റ്റവും ആ സ്ഥാപനത്തിലെ ഇന്റേണൽ കൺട്രോൾസും ഞാൻ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മാനേജ്മെന്റിന്റെ പോയിന്റിംഗ് ഔട്ട് ദ ഡെഫിഷ്യൻസീസ് ഇൻ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, ബെനിഫിറ്റ്സിൽ മാനേജ്മെന്റ് നമ്മൾ എന്താ പറഞ്ഞത്? പോയിന്റിംഗ് ഓഫ് ദ ഡെഫിഷ്യൻസീസ്. സിസ്റ്റത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഞാൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം ഞാൻ സിസ്റ്റം പഠിക്കണ്ടേ? സിസ്റ്റം പഠിച്ചാലല്ലേ അതിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. യെസ്, സോ എന്റെ സ്കോപ്പിൽ വരുന്ന മൂന്നാമത്തെ കാര്യമാണ് സ്റ്റഡി ആൻഡ് അസസ്മെന്റ് ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. സോ നമ്മളിപ്പോ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ, ഹാവ് ടു കവർ ഓൾ ദ ആസ്പെക്ട്സ്. അപ്പൊ നമ്മൾ സ്കോപ്പിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ സ്കോപ്പിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ആയിട്ടുള്ളത്? സോ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ എന്താ പറയുക? കവർ all aspects which is relevant to financial statement. Cover all aspects which is relevant to the financial statement. Second one എന്താ പറയുന്നത്? അക്കൗണ്ടിംഗ് റെക്കോർഡ്സിനകത്തുള്ള അല്ലെങ്കിൽ അതർ സോഴ്സ് ഓഫ് ഡാറ്റാസ്, അതിൽ പറഞ്ഞ ഡാറ്റാസ് അതൊക്കെ റിലയബിൾ ആണെന്നും അതൊക്കെ സഫീഷ്യന്റ് ആണെന്നും ഞാൻ വെരിഫൈ ചെയ്യണം. മൂന്നാമത് എന്താണ് പറഞ്ഞത്? ഐ ഹാവ് ടു സ്റ്റഡി. എന്താണ് ഞാൻ സ്റ്റഡി ചെയ്യേണ്ടത്? ഒന്ന് അക്കൗണ്ടിംഗ് സിസ്റ്റം, ഒന്ന് ഇന്റേണൽ കൺട്രോൾസ്. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ ആണോ? ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. സ്കോപ്പ് എന്ന് പറയുന്നതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഐ ഹാവ് ടു കവർ ഓൾ ദ ആസ്പെക്ട്സ് വിച്ച് ഇസ് റെലവന്റ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ കാണിക്കുന്ന ഡാറ്റാസ് അത് റിലയബിൾ ആണോ, സഫീഷ്യന്റ് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. ഐ ഹാവ് ടു സ്റ്റഡി ദ അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. പിന്നെന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് നോക്കാമല്ലോ. അപ്പൊ നമ്മൾ ക്വാളിറ്റി കഴിഞ്ഞല്ലേ ഇവിടെ? യെസ്. Proper disclosure of financial information. See, auditor, next എനിക്ക് എന്തൊക്കെ ചെയ്യാം? I can decide whether information, all the relevant information properly disclosed in the financial statement. Management prepare ചെയ്തിട്ടുള്ള financial statementsൽ management എല്ലാ relevant informationsഉം disclose ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യാം. എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന നാലാമത്തെ വിഷയമാണ് ഐ ക്യാൻ ചെക്ക്, ഐ ക്യാൻ വെരിഫൈ ആസ് ആൻ ഓഡിറ്റർ, ഐ ക്യാൻ ഡിസൈഡ് വെദർ ഓൾ ദ റെലവന്റ് ഇൻഫോർമേഷൻ ഹാസ് ബീൻ പ്രോപ്പർലി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഓക്കെ ആണോ? സോ നെക്സ്റ്റ് എന്താണ്? ഓഡിറ്റർ ഹാസ് ടു ഡിസൈഡ് വെദർ ഓൾ ദ റെലവന്റ് ഇൻഫോർമേഷൻ ഹാസ് ബീൻ പ്രോപ്പർലി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണോ? യെസ്. പിന്നെ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ജഡ്ജ്മെന്റ്സ് എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഓർക്കുന്നുണ്ട് ജഡ്ജ്മെന്റ്സ് എടുക്കുമെന്ന് പറഞ്ഞത്? യെസ്, മാനേജ്മെന്റ് ഒരുപാട് ജഡ്ജ്മെന്റ്സ് എടുക്കും. മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പ്രിപ്പറേഷൻ എടുക്കുന്നുണ്ട്, ദേ വിൽ മേക്ക് മെനി ജഡ്ജ്മെന്റ്സ്. അവർ അക്കൗണ്ടിംഗ് പോളിസീസ് അവരാണ് സെലക്ട് ചെയ്യുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആരാണ് അക്കൗണ്ടിംഗ് പോളിസീസ് സെലക്ട് ചെയ്യുക? നമ്മൾ WDV എടുക്കണോ, SLM മെത്തേഡ് എടുക്കണോ, ഇതൊക്കെ ആരും ഡിസൈഡ് ചെയ്യുക? മാനേജ്മെന്റ്. സോ അവർ ചൂസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് പോളിസീസ് അത് ശരിയാണോ എന്ന് ഞാൻ വെരിഫൈ ചെയ്യും. Auditor will evaluate the selection and consistent application of accounting policies.
സോ എന്തൊക്കെയാണ് പറഞ്ഞത്? നാലാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത്? നാലാമത്തെ പോയിന്റ് പറയാണ് auditor can decide whether all relevant information has been disclosed in the financial statement. പിന്നെ മാനേജ്മെന്റ് എടുക്കുന്ന ജഡ്ജ്മെന്റ്സും മാനേജ്മെന്റ് സെലക്ട് ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റർ ഹാസ് ടു ഇവാലുവേറ്റ് സെലക്ഷൻ ആൻഡ് കൺസിസ്റ്റൻസി. അക്കൗണ്ടിങ് പോളിസീസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണമല്ലോ. കൺസിസ്റ്റൻസി ഓഫ് അക്കൗണ്ടിങ് policy, consistency of accounting policy. So management എടുക്കുന്ന judgments, management സെലക്ട് ചെയ്യുന്ന accounting policies അതൊക്കെ കൺസിസ്റ്റന്റ് ആണോ, അതൊക്കെ സെലക്ട് ചെയ്തതൊക്കെ ശരിയാണോ എന്ന് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. അതും എന്റെ സ്കോപ്പിൽ വരുന്ന കാര്യമാണ്. Are you guys able to understand? ഓക്കെ ആണോ? സോ എന്റെ സ്കോപ്പിൽ വരുന്ന 5 കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്റെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങൾ? ഒന്ന്, ഐ ഹാവ് ടു കവർ ഓൾ ദ ആസ്പെക്ട്സ് related to the entity which is relevant to the financial statement. Second, financial statement prepare ചെയ്യാൻ ഉപയോഗിച്ചുള്ള accounting records, അതിൽ കാണിച്ചിട്ടുള്ള ഡാറ്റാസ് റിലയബിൾ ആണോ, ആ ഡാറ്റ സഫീഷ്യന്റ് ആണോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ സഫീഷ്യന്റ് ആണോ എന്ന് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെ ഐ ഹാവ് ടു സ്റ്റഡി ദ അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് ഇന്റർണൽ കൺട്രോൾ സിസ്റ്റം. ഐ ഹാവ് ടു ഡിസൈഡ് വെദർ ഓൾ ദ ഇൻഫർമേഷൻ has been properly disclosed in the financial statement. പിന്നെ മാനേജ്മെന്റ് എടുക്കുന്ന ജഡ്ജ്മെന്റ്സ്, ആ ജഡ്ജ്മെന്റ്സ് റീസണബിൾ ആണോ? ഐ റിപ്പീറ്റ്, ആ ജഡ്ജ്മെന്റ്സ് റീസണബിൾ ആണോ? അതേപോലെ തന്നെ അവരെടുക്കുന്ന അക്കൗണ്ടിങ് പോളിസീസ് അതൊക്കെ ശരിയാണോ? അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും ആസ് എൻ ഓഡിറ്റർ എന്റേത് തന്നെയാണ്. Are you guys able to understand? So സ്കോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? എന്തൊക്കെയാണ് ഒരു ഓഡിറ്ററിന് ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്താൽ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാം? I can cover all the aspects relevant to the financial statement. I can see whether the accounting records are reliable and whether they are sufficient for the preparation of financial statement. I can study the accounting system. I can study the internal control system. I can decide whether all the information has been properly disclosed in the financial statement. I can evaluate whether the selection and consistency of accounting policies. I can evaluate whether the judgments taken are reasonable. So ഇത്രയും പോയിന്റ്സ് ആണ് എന്റെ സ്കോപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ ആണോടാ? എന്തൊക്കെയാണ് സ്കോപ്പിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് മനസ്സിലായോ? എന്തൊക്കെയാണ് ആസ് എൻ ഓഡിറ്റർ എന്റെ സ്കോപ്പിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായോടാ? ഫൈൻ ആണോ? ഹലോ, ഓക്കെ ആണോടാ? യെസ് സർ, ഓക്കെ ആണ് സർ. കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ മക്കളെ? യെസ് മനസ്സിലാവുന്നു. സോ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് എന്റെ സ്കോപ്പിൽ വരാത്ത കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പാടില്ലാത്തത്? ആസ് എൻ ഓഡിറ്റർ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പാടില്ലാത്തത്? Can I help the company in the preparation of financial statement? Tell me. ഞാൻ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ്. Management is requesting the auditor, since you are a chartered accountant, you know how to prepare the financial statement. Can you please help the company in the preparation of financial statement? Can I help the company in the preparation of financial statement? Even though I know how to prepare the financial statement, do you really think an auditor can help the company in the preparation of financial statement? No. So preparation of financial statement അതെന്റെ സ്കോപ്പിൽ വരുന്ന കാര്യമല്ല, ഞാൻ അത് ചെയ്യരുത്. Preparation of financial statement എന്റെ സ്കോപ്പിൽ വരുന്ന കാര്യമല്ല, ഞാൻ അത് ചെയ്യരുത്. അത് എനിക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ പോലും ഞാൻ അത് ചെയ്തു കൊടുക്കാൻ പാടില്ല, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഫസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ, ഇവിടെ എന്തൊക്കെയാണ് സ്കോപ്പിൽ വരുന്ന കാര്യം നമ്മൾ പഠിച്ചു അല്ലെ. വാട്ട് ആർ ദ തിങ്സ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കോപ്പ് നമ്മൾ പഠിച്ചു. ഇപ്പൊ നമ്മൾ വാട്ട് ആർ ദ തിങ്സ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കോപ്പ്. Auditor is not expected to perform duties which falls outside dominance of his competence. എന്റെ സ്കോപ്പിന്റെ പുറത്തുള്ള ഒരു കാര്യം ഞാൻ ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പാടുള്ളത്? സ്കോപ്പിന്റെ പുറത്തുള്ള ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല. സ്കോപ്പിന്റെ അകത്തുള്ള കാര്യം ഞാൻ ചെയ്യാം. നമ്മൾ സ്കോപ്പിന്റെ അകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പഠിച്ചു, 5 വിഷയങ്ങൾ. അതൊക്കെ എനിക്ക് ചെയ്യാം. ആ സ്കോപ്പിന്റെ പുറത്തുള്ള ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല. I am not expected to perform anything which falls outside the domain of my competence. So second point എന്താണ്? Anything which falls outside the scope.
എന്റെ സ്കോപ്പിന്റെ പുറത്തുള്ള ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല. പിന്നെ ഡു യു തിങ്ക് ഒരു ഡോക്യുമെന്റിന്റെ ഒത്തന്റിക്കേഷൻ ഒരു ഓഡിറ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റും? എന്തൊക്കെയാണ് ഒരു ഓഡിറ്റിന് ചെയ്യാൻ പറ്റാത്തത്? അതാണ് സ്കോപ്പിന്റെ വാട്ട് ആർ തിങ്സ് നോട്ട് ഇൻക്ലൂഡ് അല്ലെങ്കിൽ വാട്ട് ആർ തിങ്സ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ സ്കോപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഒരു ഓഡിറ്റിന് ചെയ്യാൻ പറ്റാത്തത്? ഓഡിറ്റർ ഈസ് നോട്ട് ആൻ എക്സ്പേർട്ട് ഇൻ ഒത്തന്റിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. നമ്മളിപ്പോ ഇൻഹറന്റ് ലിമിറ്റേഷൻ അത് പഠിച്ചേ ഉള്ളൂ. ഒരു ജെന്യുവിനെസ് ഓഫ് ദ ഡോക്യുമെന്റ്സ് കനോട്ട് ബി ഒത്തന്റിക്കേറ്റഡ് ബൈ ദ ഓഡിറ്റർ. ഒരു ഡോക്യുമെന്റ് തന്നിട്ട് അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഓഡിറ്ററിന് പറ്റുമോ? പറ്റത്തില്ല. അതിന്റെ സ്കോപ്പിന്റെ പുറത്തുള്ള കാര്യം, അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ഇൻ ഒത്തന്റിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്. എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ അറിയില്ല. ഓഡിറ്റ് ഇസ് നോട്ട് എൻ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ഒരു തെറ്റ് സംഭവിച്ചാൽ അവിടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ളതല്ല ഓഡിറ്റർ. Auditor is not an official investigation because I don't have any legal power to search or recording the statements of witness on oath. നമ്മൾ ഇതൊക്കെ എവിടെ പഠിച്ചിട്ടുണ്ട്? ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ILA പഠിച്ചിട്ടുണ്ട്. ILA എന്ന് പറയുന്നതാണ് ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ് ആണ് നമ്മൾ കുറച്ചു മുന്നേ വായിക്കുള്ളൂ. ഓഡിറ്റ് ഇസ് ഡിസ്റ്റിങ് ഫ്രം ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റും ഇൻവെസ്റ്റിഗേഷനും വേറെയാണ്. ഓഡിറ്റും ഇൻവെസ്റ്റിഗേഷനും രണ്ടും വേറെയാണ്. ഓഡിറ്റിന്റെ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഇസ് ജനറൽ and broad, whereas scope of investigation specific. ഓഡിറ്റിന്റെ സ്കോപ്പ് വളരെ വലുതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളോട് എന്താണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അത് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റൂ. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു തെറ്റ് സംഭവിച്ചാൽ മാത്രമാണ് ഓഡിറ്റ് വരുന്നത്. ഒരു തെറ്റ് സംഭവിച്ചാൽ മാത്രമാണ് ഓഡിറ്റ് നടക്കുന്നത്? അല്ല, തെറ്റ് സംഭവിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ഓഡിറ്റ് ചെയ്യാം. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ മാത്രമാണ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്. ഇറ്റ് ഇസ് ഓഡിറ്റ് ഇസ് നോട്ട് ആൻ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിച്ചാൽ മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ വരും. ഇൻവെസ്റ്റിഗേഷൻ സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്, ഓഡിറ്റിന് സെർച്ച് ചെയ്യാനുള്ള അധികാരമില്ല. ഓഡിറ്റിന്റെ സ്കോപ്പ് വളരെ ബ്രോഡാണ്, ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണോ അന്വേഷിക്കുന്നത് അത് മാത്രമേ അന്വേഷിക്കാൻ പറ്റൂ. സ്കോപ്പ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇസ് സ്പെസിഫിക് ആൻഡ് നാരോ. സോ എന്തൊക്കെയാണ് എന്റെ സ്കോപ്പിനകത്ത് വരാത്ത കാര്യങ്ങൾ? എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ? എന്റെ സ്കോപ്പിന്റെ പുറത്തുള്ള ഒരു കാര്യം ഞാൻ ചെയ്യാൻ പാടില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. ഒത്തന്റിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ് എനിക്ക് ചെയ്യാൻ അറിയില്ല. ഐ എം നോട്ട് എൻ എക്സ്പെർട്ട്. ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ചെയ്യാൻ പാടില്ല, കാരണം ഞാൻ ഓഡിറ്ററാണ്, ഞാൻ ഇൻവെസ്റ്റിഗേറ്റർ അല്ല. ഐ ഡോണ്ട് ഹാവ് എനി ലീഗൽ പവർ ടു സെർച്ച് ഓർ ടേക്ക് ഓത്ത്. ഈ പവർ ഒന്നും എനിക്കില്ല. പിന്നെ നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷന്റെ സ്കോപ്പ് സ്പെസിഫിക് ആണെങ്കിൽ ഓഡിറ്റിന്റെ സ്കോപ്പ് ജനറൽ ആൻഡ് ബ്രോഡാണ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മള് ഇവിടെ എന്തൊക്കെ എഴുതുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെ എന്താ എഴുതുന്നത്? നോട്ട് ആൻ authentication of documents. പിന്നെ നാലാമത്തത് നോട്ട് ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഇതൊക്കെ നിങ്ങൾ എഴുതണമെന്നും പോലും ഇല്ല. അതവിടെ നിങ്ങളുടെ ബുക്കിനകത്ത് ഇത്തവണത്തെ സ്റ്റഡി മെറ്റീരിയൽ അത്രയും സൂപ്പറാണ്. ഒക്കെ ഇവിടെ തന്നെ കീവേഡ്സ് ഒക്കെ ഇവിടെ തന്നെ. So this is all about our day 2, part 2 of chapter 1. ഇനി ഒരു പാർട്ടും കൂടിയുള്ളൂ. ആ പാർട്ടോട് കൂടി നമ്മൾ ഈ chapter 1 is done. So don't think like are we going slow sir, നമ്മൾ ഇപ്പോ തീരുവോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ? Don't worry about all these kind of things. This is our starting stage. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുട്ടി ഓടത്തില്ല. ആദ്യം മറ്റിങ്ങനെ എഴഞ്ഞ് പിന്നെ പതുക്കെ നടന്ന് ഓടാൻ തുടങ്ങത്തുള്ളൂ. സോ ആദ്യം നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ കീവേഡ്സിലൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഓരോ പാരഗ്രാഫ് നമ്മൾ വായിക്കേണ്ടത്. ആദ്യം അതിന്റെ കീവേഡ്സ് ഡീകോഡ് ചെയ്യണം, എന്നിട്ട് വേണം സെന്റൻസ് ആയിട്ട് കൺവേർട്ട് ആയിട്ട്. സോ ജസ്റ്റ് ബിലീവ് ഇൻ ദ പ്രോസസ്, സ്റ്റേ വിത്ത് us. എന്റെ കൂടെ തന്നെ വരിക. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പോർഷൻസ് തീർക്കാനും പറ്റും, കൂട്ടത്തിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. സോ ഐ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ യു ക്യാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. യു ക്യാൻ കമന്റ് ദ യൂട്യൂബ്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.